നമ്മൾ പല പടങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഇപ്പം ബുദ്ധി കാണിക്കാനെന്നുള്ള രീതി, അതായത് നമ്മൾ കുറച്ച് ബുദ്ധിമാനായ ഒരു ആക്ടറാണെന്നൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. കാലത്ത് 6-7 മണിക്കാണ് ഞാൻ ദിവ്യേച്ചിനെ വിളിച്ചിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ ദാസേ, നമുക്ക് ചെയ്യാം. എപ്പോഴാണ് വരേണ്ടത്? വണ്ടി ഇപ്പം അങ്ങോട്ട് വരും, ഇപ്പം കയറി പോകുന്നു. ഭരതനാട്യത്തിലെ അഭിചേട്ടന്റെ സുഭാഷ് ക്യാരക്ടർ റെഫറൻസ് ചേട്ടന്റെ. Oh my God! വല്ലപ്പോഴും ഈ ക്ലാബ് ബോർഡ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് സൈജു ഗ്രൂപ്പ് എന്റർടൈൻമെന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പ്രൊഡ്യൂസറും കൂടെയാണല്ലേ ഓർക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കാര്യം എന്തൊക്കെ ഇവിടെ ഡയലോഗ് ഓടിക്കുമെന്ന് മറ്റേ എനിക്ക് മമ്മൂട്ടി സാറിന്റെ മെസ്സേജ് വന്നു. ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അദ്ദേഹം റിപ്ലൈ ചെയ്യാറുണ്ട്. അല്ലാണ്ട് അദ്ദേഹമായിട്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഒന്നും അയക്കാറില്ല. ആദ്യമായിട്ട് ഭരതനാട്യം കണ്ടിട്ട് പുള്ളി മെസ്സേജ് ചെയ്തു. അതൊരു ഭയങ്കര അവാർഡായിരുന്നു. ഞാൻ ആക്ച്വലി ഓർത്തിരുന്നത് പുള്ളിയുടെ ശരിക്കും പേര് മനാഫ് എന്നായിരിക്കാം. ഓക്കെ, അതുപോലെയാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തത്. അതിൻ്റെ അകത്തൊരു ഈ പറഞ്ഞ പോലെ ഈ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുമ്പം അർജുന അശോകൻ വന്നിട്ട് ഈ കല്യാണം ഇൻവൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതിൻ്റെ അകത്ത് അഭിരാം ചമ്മുന്നുണ്ട്. ആ ചമ്മല് നമുക്ക് ജീവിതത്തിലെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പലരും ചമ്മാറുണ്ട്. പക്ഷെ അത് ഒരു ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ആ വികാരം കൊണ്ടുവരൽ വളരെ ബുദ്ധിമുട്ടാണ്. മോഹിനിയാട്ടം ഇൻ കേസ് വർക്ക് ആവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് വർക്ക് ആവുന്നു. ഇൻ കേസ് ഞാൻ പറയണത് കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കൊടുക്കാത്ത കോൺഫിഡൻസ് ആണല്ലോ. ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഈ ഇപ്പം ഇത്തരം ആളുകളുണ്ട്, ഓരോ പോസിറ്റീവ് വശം പറയാൻ പറഞ്ഞാൽ സൈജുന് ഓരോരുത്തർ എന്ത് പോസിറ്റീവ് പറയും? നല്ല മനുഷ്യന്റെ നല്ല വ്യക്തിത്വത്തിന്റെ ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രായ ആള് അവിടെ വന്ന് വരുന്ന പിള്ളേരാണ് എഴുതിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ചോദിക്കാറ് ചേട്ടൻ എന്നല്ല നിങ്ങളെ ഈ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു അവസരം തരുവാണ്. ഒറ്റ അവസരമുള്ളൂ, ഒറ്റ ചോദ്യം, ഒറ്റ ആൻസർ. എന്താണ് ഞങ്ങളുടെ പോലെ ഇങ്ങനെ മോഹിനിയാട്ടം ഹിറ്റടിക്കുമെന്ന് വിശ്വാസമില്ല. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കും. നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു യാത്രയാണ്. എലക്ഷൻ കാലമാണ്. എലക്ഷൻ എല്ലാവരും ബസ്സിലാണ് യാത്ര. നമ്മളതുകൊണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ, ഏതാണ് ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം, അതിൻ്റെ ഒരു യാത്ര നമ്മളിന്ന് എറണാകുളം ടൗണിലൂടെ കൊച്ചിയിൽ നടക്കുകയാണത്. നമ്മുടെ പ്രിയപ്പെട്ട നായകൻ സൈജോണ്ണൻ വന്നു. സൈജോണ്ണ, നമ്മളെ ഈ എലക്ഷനൊക്കെ ആണല്ലോ, എലക്ഷൻ്റെ പ്രൊമോഷൻ മൊത്തം ബസ്സിലായിപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ ചാനലായിരുന്നു ആണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സിനിമയുടെ പ്രൊമോഷനും ഒരു ബസ്സിലെങ്ങാണ്. എനിക്ക് ആദ്യം വന്നപ്പോൾ ഈ ആർക്കാ വോട്ട് ചെയ്യണമെന്ന് ചോദിക്കണം തോന്നുന്നു. പക്ഷേ ഇത്രയും നേരം ആ ബസ്സിലായിരുന്നു യാത്ര. നമ്മൾ പൊളിക്കുമല്ലോ ഈ യാത്ര. എല്ലാവരും അകത്ത് വെയിറ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് പൊളിക്കാം. അപ്പോൾ ശരി, കയറിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഒരു യാത്രയാണ്, ബസ്സിലാണ് യാത്ര. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചി ടൗണിലൂടെ ചോദിച്ചു പോവാം ഏത് മോഹിനിയാട്ടത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അകത്തേക്ക് കയറാം. അപ്പം നമ്മൾ വണ്ടി കയറി. ഞാൻ പറഞ്ഞ പോലെ 2 ദിവസമായിട്ട് ഇലക്ഷൻ്റെ ബസ്സിലെ യാത്രയാണ്. അതെ. അപ്പം ഇന്ന് നമ്മൾ മാറ്റി പിടിച്ചതെന്ന് വെച്ചാൽ പ്രൊമോഷൻ ബസ്സിലാക്കട്ടെ നോക്കും. നന്നായി. അപ്പം 2ാം ഭാഗമാണ് മോഹിനിയാട്ടം. ഭരതനാട്യം ഹിറ്റടിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഭരതനാട്യത്തെ കുറിച്ച് ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് OTT വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മൈലേജ് ഉണ്ട്, വലിയ മൈലേജാണ്. അതിൻ്റെ പ്രചോദനമായിരുന്നു സെക്കൻഡ് പാർട്ട്. ഉറപ്പായിട്ടും അത് തന്നെ. തോമസ് ചേട്ടനായിരുന്നു കൂടുതൽ താല്പര്യം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളത്. ദാസനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ദാസൻ പറഞ്ഞൊരു നമ്മളൊരു സിനിമ ഒരു കറക്റ്റ് സ്റ്റാർട്ട് തൊട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഈ ഫാമിലി മെമ്പേഴ്സിനെ വെച്ച് എന്ത് ചെയ്യാനാണ്. അപ്പോൾ തോമസ് ചേട്ടൻ പറഞ്ഞ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായാലും കിട്ടുവാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാനും ദാസനും കൂടെ വേറൊരു സബ്ജക്റ്റ് ഇങ്ങനെ ചെയ്യാന്നുള്ളൊരു പരിപാടിയിൽ ദാസനൊരു പ്ലോട്ട് പറഞ്ഞു. അപ്പോൾ അതിലായിരുന്നു ആ സ്ക്രിപ്റ്റായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതിനെപ്പറ്റി ആലോചന നടന്നു. എനിക്കൊന്ന് ഒരാഴ്ച 10 ദിവസത്തിനകം തന്നെ ദാസൻ തിരിച്ചു വിളിച്ച് പറഞ്ഞു ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കാം. അങ്ങനെ കേട്ട് തോമസ് ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്.
അത് ഭയങ്കര ഒരു പരിപാടി അവൻ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു പരിപാടി. അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ നമ്മള് ജോണർ ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ഭരതനാട്യം കണ്ട ആൾക്കാർ, തിയേറ്ററിൽ കണ്ട ആൾക്കാർ, OTT-ലാണല്ലോ കൂടുതൽ ആൾക്കാർ കണ്ടത്. തിയേറ്ററിൽ കണ്ട ആൾക്കാർ പറഞ്ഞ 1-2 ലൂപ്പ് ഹോൾസ് ഉണ്ട് സ്റ്റോറിയിലില്ല. അതായത് ഒന്ന് പറഞ്ഞത് 30-35 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഇന്നാവുന്നത്, അതുവരെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം. രണ്ടാമത്തത് പടം ഇഷ്ടപ്പെട്ടെങ്കിലും ഇതൊരു തിയേറ്ററിക്കൽ വാച്ചായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഈ 2 ലൂപ്പ് ഹോൾസ് ഇപ്രാവശ്യം ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. ആൾക്കാർ കോമൺ ആയിട്ട് പറഞ്ഞ 2 പ്രശ്നങ്ങളാണിത്. അപ്പോൾ നമുക്ക് ജോണർ ഷിഫ്റ്റ് നടത്തിക്കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഞാൻ സിനിമ കണ്ടു 5-ാമത്തെ മിനിറ്റ്, അതായത് ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് ഒക്കെ തിയേറ്ററിൽ വരുന്നത് അത് വെച്ചിട്ടല്ലേ അതിപ്പം അവരുടെ ഇതാണല്ലോ എത്ര സമയം ആഡ്സ് കാണിക്കണം. പക്ഷെ നമ്മുടെ പടം തുടങ്ങിയിട്ട് വിഷ്വൽസ് കാണിക്കുന്ന സമയം തൊട്ട് 5-ാമത്തെ മിനിറ്റിൽ നമ്മൾ ഇന്നാവും. 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഇവനോട് പറഞ്ഞത് ദാസിനോട് ഒരു 15-ാമത്തെ 20-ാമത്തെ മിനിറ്റ് മാക്സിമം ആ സമയത്ത് 5-ാമത്തെ മിനിറ്റ് അത് ഇന്നാക്കി. പിന്നെ തിയേറ്ററിക്കൽ സ്ട്രക്ചറാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് തിയേറ്ററിക്കൽ വാച്ച് തന്നെയാണ്. ആ രീതിയിലാണ് സൗണ്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക്കലിയാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഇലക്ട്രോണിക്കലിയാണ്. 4 ഉഗ്രൻ പാട്ടുകളും ഉഗ്രൻ RR-ഉം. ഈ സിനിമയ്ക്ക് പറ്റിയ ടൈപ്പ് ഓഫ് ന്യൂ ജനറേഷൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും ബാക്കി ഓഡിയൻസിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശം മീഡിയ ഡെഫിനറ്റ്ലി ഇത് ഇപ്രാവശ്യം തിയേറ്ററിൽ വർക്കാവേണ്ട പടം തന്നെയാണ്. 2 ഇരട്ടകൾ വന്നിട്ട് ഓടി ഇപ്പൊ കേറാൻ പറ്റില്ല. ഈ വണ്ടിയിൽ കയറാൻ പറ്റില്ല. ഈ വണ്ടിയിൽ എങ്ങനെ കയറണം? അവിടെ ഇറങ്ങി. അല്ല ബ്ലോക്ക് ആകുന്നുള്ളൂ. ഈ വണ്ടിയിലേക്ക് കയറാനാണോ നിങ്ങൾ? ഈ വണ്ടിയിലേക്ക് കയറാനോ? എന്നാ പെട്ടെന്ന് കയറിക്കോ. ബ്ലോക്കാ, പെട്ടെന്ന് കയറിക്കോ. ഓടിക്കയറി. ആ ഞാൻ ഓർത്തേ ബ്ലോക്ക് ആയാലും പറ്റില്ല, ഓടിക്കയറണം എന്നുള്ളതാണ് അതിനകത്ത്. അതറിഞ്ഞോളൂ, വണ്ടി പൊക്കോട്ടെ. അല്ല ലോക്കുണ്ട്, അത് തുറന്നിരുന്നാലും കുഴപ്പമില്ല. നല്ല വെളിച്ചമുണ്ട്, നല്ല കാറ്റുണ്ട്. ആണ്ടോ ഓടി കയറാന്ന്. ഏത് വണ്ടിയാന്ന് പറഞ്ഞാൽ കയറിയത്? ഇത് ലൊക്കേഷൻ ഇങ്ങനെയായിരുന്നോ? അതായത് പ്രൊഫഷണലിസം ഞങ്ങള് ഇവരെ കണ്ടാ പഠിച്ചിട്ടുള്ളത്. അതെയോ? സമയത്തിന് വരിക, കറക്റ്റായിട്ട് ഡയലോഗ് പഠിക്കുക, കറക്റ്റായിട്ട്. അതെ, ഒരു മിനിറ്റ് സഹിച്ചിട്ടാണ് അതിന്റെ ഇടയ്ക്ക് വിളിച്ചോട്ടോ. ഈ മൈക്കും കുടിച്ചേ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈ മൈക്കും കുടിച്ചേ. അല്ല നീ പിടിച്ചേ. അതിന്റെ ഇടയ്ക്ക് എന്തിനാ സഹിച്ചേട്ടാന്ന് വിളിച്ചത്? വെറുതെ വിളിച്ചാൽ എന്തിനാന്ന് പറയാം. നിങ്ങൾ നിന്നുള്ള പ്രൊഫഷണലിസം പഠിച്ചാന്ന് പറഞ്ഞു. എന്താ പഠിപ്പിച്ചോന്ന് പറയോ? നിങ്ങളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞ പഠിപ്പിച്ചാ ഒരു സാധനം പറ. പഠിപ്പിച്ച ഒരു സാധനം പറഞ്ഞ അത് പൊളിച്ചോ. പഠിപ്പിച്ചല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെ നമുക്ക് നാട്ടിലേക്കൊന്ന് പോകാൻ കേട്ടോ. ഈ 5 മിനിറ്റ് കൊണ്ട് ഇന്നാക്കി എങ്ങനെയാന്ന് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇന്നാക്കി ഈ സിനിമയിൽ ഒന്ന് പറ. 5 മിനിറ്റ് അവിടെ മൈക്കറിന് തന്നിട്ടുണ്ട്. അവിടെ മാറ്റി സ്വന്തം മൈക്കിൽ പിടിച്ചേ. അവരെ സ്വന്തം എങ്ങനെ ഇന്നാക്കി തന്നു? അല്ല, ഭരതനാട്യത്തില് ഇവരെല്ലാവരും പരിചയപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു 30 മിനിറ്റ് നമ്മൾ ചെയ്തത്. ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ലല്ലോ. ഇവിടെ നേരെ മേട്ടറിലോട്ട് കയറുക, 100-100 പടം പോവുക. അത് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ പടം പോകുന്നത്. അല്ല, 15 മിനിറ്റ് ആണ് ആവശ്യപ്പെട്ടത്. കൂടെ ആയിരുന്നു. പെട്ടെന്ന് കയറി ഇന്നാക്കി 5 മിനിറ്റ്. നമ്മള് കോൺഫ്ലിക്ട് വേഗം തുടങ്ങുക. ഇനി വെറുതെ ഈ കഥ പറയാക്കേണ്ട, കോൺഫ്ലിക്റ്റ് തുടങ്ങുക. പെട്ടെന്ന് കൂടാ. ഇനി പരിചയപ്പെടുത്താനൊന്നും ആരും. അതിന്റെ ഇടയിൽ പരിചയപ്പെടാം. അതിന്റെ ഇടയിൽ പരിചയപ്പെട്ടു. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം അറക്കലപ്പോ 3-ാം പാർട്ടിലേക്ക് അതെ, സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ ഒരു റിസ്ക് എന്തായിരുന്നു? റിസ്ക് തീർച്ചയായും ഇത് തിയേറ്ററിൽ വർക്കാവാത്ത പടമാണ് എന്നുള്ളതൊരു കാര്യമുണ്ട്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്ത് അതും തിയേറ്ററിൽ വർക്കായില്ല എന്നുണ്ടെങ്കിൽ എന്താ എന്റെ അവസ്ഥ ചോദിക്കുക. അവിടെ അബു പിടിച്ച് പോവാം. അതെ, അവിടെ അബു പിടിച്ച് പോവാം. അവരിനി അടുത്ത പാർട്ട് 2 എനിക്കതുള്ളൂ, എനിക്ക് വേറെ ഇല്ല. നമുക്ക് വേറെ രക്ഷയില്ല. അതുകൊണ്ട് ഇന്നാക്കി. അതെ 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 അതെ. അതുകൊണ്ട് തന്നെ പ്രോപ്പർ തിയേറ്റർ പടം ഭരതനാട്യം ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു പടം ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇതിലെ കഥാപാത്രം എന്താണെന്ന് ഞാൻ ചോദിക്കില്ല. തിയേറ്ററിൽ പോയി തന്നെ കഥാപാത്രം എന്താണെന്നുള്ള നമ്മൾ കാണണം. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ? ഇത് ഇതിന്റെ ഷൂട്ട് നടന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്നൊരു സ്ഥലത്താണ്.
പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഭരതനാട്യത്തിലെ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ കുടുംബമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എനിക്കതിനകത്ത് എന്ത് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കണ്ണൂരേക്ക്. അപ്പോൾ അത് എന്തെങ്കിലും കാര്യമില്ലാതെ കൊണ്ടുപോകില്ലല്ലോ ഇത്രയും ദൂരം. ദാസപ്പൻ എത്ര പ്രാവശ്യം കണ്ടിരുന്നു പടം കഴിഞ്ഞതിന് ശേഷം? ആദ്യത്തെ പടം കഴിഞ്ഞതിന് ശേഷം ഇതിലെ സീന് വേണ്ടി കണ്ടിട്ടേ ഇല്ല. സത്യം പറയണം. അല്ല, ഫോണിൽ എത്ര പ്രാവശ്യം സംസാരിച്ചപ്പോ? ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ല, കുറവാ. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഫോണിൽ ഫോളോ അപ്പ് ചെയ്യാൻ ബന്ധം അങ്ങനെ ഞാനും ചെയ്യാറില്ല. അല്ലേ? രണ്ടാമത്തെ തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയണത് സൈജോട്ടനെ ഞാൻ ഒരു പ്രാവശ്യം ലാൽ മീഡിയയിൽ വെച്ച് കണ്ടു ഒരു ഡബിങ്ങിന് പോയപ്പോൾ. അപ്പൊ ഈ സൈജോട്ടൻ പറഞ്ഞു രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നുണ്ട്, അപ്പൊ അതിനകത്ത് അഭിരാമം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയപ്പോൾ മനസ്സിലായി ആദ്യത്തെ സിനിമയിലെ പോലെ തന്നെ അതേ ക്യാരക്ടറിന്റെ ഒരു കണ്ടിന്യൂറ്റി വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതേപോലത്തെ ഒരു ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. അതൊരു തൃപ്തി നൽകുന്ന ഒരു കഥാപാത്രം. ഉറപ്പായിട്ടും ഭരതനാട്യം എന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നും, മോഹിനിയാട്ടം അതിലും ഫേവറേറ്റ് സിനിമയാണെന്ന് ഞാൻ പറയും. 100% ആയിരിക്കും. ഇപ്പം ഈ സിനിമകളിലേക്ക് നമ്മൾ മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ആ കഥാപാത്രം ഇതിലേക്ക് വന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ എത്രമാത്രം അതിനു വേണ്ടി ഒരു ഫലം കാണുന്ന രീതിക്ക് നമ്മളൊരു ആദ്യം ട്രെയിനിങ് പോലെ എന്തെങ്കിലും ചെയ്തു? ഇല്ല, ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പം ഭരതനാട്യത്തെ വിളിക്കുമ്പോഴും എന്നെ അന്ന് രാവിലെ വിളിച്ചിട്ട് ഇന്ന് ഷൂട്ടുണ്ടെന്നും പറഞ്ഞാ വിളിച്ചത്. എന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ പറഞ്ഞ് കഥ കേട്ടതൊക്കെ അന്ന് രാവിലെ വേറൊരു ആർട്ടിസ്റ്റ് മാറിയത് കൊണ്ട് ഞാൻ ജോയിൻ ചെയ്യേണ്ടി വന്ന. അപ്പം അന്ന് കഥ കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. ആർട്ടിസ്റ്റ് മാറിയില്ലെങ്കിൽ 2 സിനിമ നഷ്ടപ്പെട്ടു. അല്ല ചേട്ടാ, ഇതൊക്കെ ഇല്ല, അതുകൊണ്ടല്ല, നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇന്ന ആൾക്കാർ ചെയ്യണം എന്ന്. മേ ബി അതുകൊണ്ടായിരിക്കും. എന്നാലും ദൈവാനുഗ്രഹം സൈജുവും ദാസും ഒക്കെ എന്നെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിലും അതേ ക്യാരക്ടർ തന്നെയാണല്ലോ. ക്യാരക്ടറിൽ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ പ്ലോട്ട് വേറെയാണ്, വേറെ സംഭവങ്ങളാണ് നടക്കുന്നത്. അത് ഭംഗിയായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. പക്ഷെ ഈ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക് എന്തായാലും നമ്മൾ ഉറപ്പാണല്ലോ. ഫസ്റ്റ് പാർട്ടി എന്നുള്ള സാധനം നമുക്ക് ഉറപ്പാണല്ലോ. ഈ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ആദ്യ കോൾ ആരെയായിരുന്നു? ദാസാണ് എന്നെ വിളിച്ചത്. ദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, ദാസന് എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നു. ആദ്യമേ കൊടുത്തില്ല, ഭയങ്കര മോശം. ഞാൻ എത്ര പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, അവനെ സേവ് ചെയ്യുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കും. എടാ ഹൈദരലി ചേട്ടന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്യോട്ടാ. എന്തിനാണ് നിങ്ങളോട് വരാതിരിക്കാൻ പരിപാടി വരാന്ന് പറയാൻ വേണ്ടിയായിരുന്നു. എഴുതി കൊടുത്തപ്പോ ദാസ് പറഞ്ഞു, ദാസ് നോക്കി ഹൈദരാലി, ഇത് കലാപണല്ല ഹൈദരാലി, അയാൾ മരിച്ചു പോയി. ദാസ കുഴപ്പമില്ല കേട്ടോ, മനസ്സിലുണ്ട് എന്റെ കയ്യില്. ഇതിന്റെ തേർഡ് പാർട്ട് വരുമല്ലോ. എവിടെന്നെങ്കിലും ഒരു കഥാപാത്രം കയറി അങ്ങ് പോകാൻ പറ്റുമെങ്കിൽ ഒരു അമ്പല കമ്മിറ്റി ആളായിട്ടും മറന്നു പോകാൻ വേണ്ടി എനിക്ക് ഓർമ്മ ഓർമ്മിക്കാന്ന്. അല്ല, ആക്ച്വലി ഭരതനാട്യത്തിലെ അഭിചേട്ടന്റെ സുഭാഷ് ക്യാരക്ടർ റെഫറൻസ് ചേട്ടന്റെ. Oh my God. അപ്പൊ ഞാൻ കോപ്പിറൈറ്റ് വിഷയമാക്കി. ഞാൻ രഹസ്യമായി പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാം കണ്ട് നിങ്ങളെ എന്താണ് നിങ്ങളുടെ ഒരു ചേഷ്ടകൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ചെയ്യണമെന്ന് എന്റെ അടുത്ത് അവൻ നിർദ്ദേശിച്ചു. പുള്ളി അറിയാതൊന്നും നടക്കില്ല. പുള്ളി എല്ലാം ഒബ്സർവ് ചെയ്യും, എല്ലാം വാച്ച് ചെയ്യും. പുള്ളിനൊന്ന് പഠിച്ചോ പറഞ്ഞു കൊടുത്തായിരുന്നല്ലേ. ഈ വേറെ കാര്യം ദാസ, ഇവരെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു നമ്മൾ ഇരട്ടകളാണ്, ഇവരുടെ വേറെ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരിങ്ങനെ തന്നെ നിലനിർത്തി തന്നെ നമുക്ക് കൊണ്ടുവരാമല്ലോ. ഇവരോട് അതിന്റെ ഒരു തയ്യാറെടുപ്പിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നു നമ്മുടെ പിള്ളേരുടെ അടുത്ത്? അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ബാക്കി എല്ലാവരുടെ അടുത്ത് നമുക്ക് ഈ കാര്യമൊന്നും പറയണ്ട. ഡേറ്റ് പറഞ്ഞാൽ മതി. വെള്ളി പിടിക്കരുത്, കേസൊന്നും കൊണ്ടുവരരുത്, അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ലേ, അതനുസരിച്ചാടാ. എങ്ങനെ അനുസരിച്ച് ഞാൻ ഒരു 2 മിനിറ്റ് അടുത്തേക്ക് പോട്ടെ. എങ്ങനെ അനുസരിച്ച് എങ്ങനെ കേട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ട് എങ്ങനെ അങ്ങോട്ട് നോക്കിയാ മതി. എങ്ങോട്ട് കേട്ടനുസരിച്ച് എങ്ങനെയാ? എന്നോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? അതല്ലേ, പാലിച്ച്. ശ്രീചേച്ചിനെ നമ്മളിപ്പോ കേട്ടുന്നില്ല അവിടെ, നമുക്ക് വണ്ടിയിൽ സ്ഥലമില്ല. എന്നാ ഞാൻ ശ്രീചേച്ചിനെ ഞാൻ വിളിച്ചോണ്ട് വരാം. കേരളം എന്ന് പറയാം, അവിടെ നിൽക്കാൻ പറയാം. വണ്ടിയിലാരും കേരളം എന്ന് പറയാം. ഇതൊന്നും തുറന്നേ. ഇത് നിങ്ങളുടെ ക്ലാസ് ആണോ? അത് എന്റെ ഒരു അവിടെ നിൽക്കണം. കേരള ആരും സീത കേറിയോ? ഇവിടെ പിയാനോ ഇവിടെ കേറി. സീത ഫ്രണ്ട് ഞാൻ സീത കേറിയോട്ടോ ഇവിടെ. നമസ്കാരം.
അപ്പൊ എങ്ങോട്ടാ യാത്ര? ഞങ്ങള് മോഹിനിയാട്ടത്തിന് ഒരുങ്ങാണ്. മോഹിനിയാട്ടത്തിന് ഒരുങ്ങാണോ? അപ്പൊ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ല? ഇവിടെ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. ഓ അങ്ങനെ ഞങ്ങൾ എവിടെയായിരുന്നു ലാൻഡ് ചെയ്യുന്നു. അത് നമ്മൾ സൈജോണിന്റെ ഒതുങ്ങി എവിടെയായിരുന്നു എന്നുള്ളത്. അല്ല ലാൻഡ് അപ്പൊ നമുക്ക് യാത്രകൾ തുടങ്ങിയാലോ? ഗംഭീരമായിട്ട് യാത്ര തുടങ്ങാം. അപ്പൊ നമുക്ക് വലതുകാലച്ചെങ്കിൽ കയറിക്കോളും. സീത എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെ ഉണ്ടായിരുന്നു? ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയല്ലേ? അവിടെ വെച്ച് സീതയെ കണ്ടില്ല എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങ് പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ആരെങ്കിലൊക്കെ കയറാനുണ്ടോ? ഇനിയില്ല, ഇനി നമുക്ക് നേരെ സ്വാതി വരുന്നുണ്ടോ? എവിടെ ആയിരുന്നു ഇത്ര നേരം? ഹോട്ടലിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അയ്യോ ഇല്ല, ഞങ്ങൾ റെഡിയായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? സൈജോണ്ടിന്റെ ഒക്കെ താമസമാന്നേ. അയ്യോ അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഇറങ്ങാൻ എത്ര സമയം എടുക്കും സാധാരണ? ഞങ്ങൾക്കൊരു അരമണിക്കൂർ വേണം. സൈജോണ്ടിന് എത്ര സമയം വേണം നിർത്തായിരിക്കണം? 10 മിനിറ്റ് മതിയോ? എവിടെ? ഞങ്ങൾ അത് ഫ്ലാറ്റിൽ പോയി കിടക്കാൻ 3/4 മണിക്കൂറായി. അതൊക്കെ ചുമ്മാ വിശ്വസിക്കില്ല ഞാൻ. ബാക്കി ഇഡ്ഡലി ഒന്നുകൊണ്ടിരുന്നു ഇവരുടെ താമസം. ഇഡ്ഡലി പൊളിക്കാനാണ് സമയം എടുത്തത്. അപ്പം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സിനിമ അടിപൊളി സിനിമയാണ്. ഭരതനാട്യത്തിൽ എൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തത് പിന്നെ എനിക്ക് വളരെ തൃപ്തിയായിരുന്നു. ഇതിൽ അതിനേക്കാളും ഒരു മടങ്ങ് നല്ല സ്പേസ് ഉള്ള റോളാണ്. എല്ലാവരുടെ റോൾസും നല്ലതാണ്. ഭരതനാട്യത്തിനേക്കാളും ഓഡിയൻസ് ഒരുപാട് എൻജോയ് ചെയ്ത്. കാരണം അത്രയ്ക്കും ജോണർ ഷിഫ്റ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്. ഭയങ്കര രസമായിരിക്കും. ഉറപ്പിച്ചു 100% ഉറപ്പിച്ചു. അല്ലെ 200. പ്രൊഡ്യൂസർ എന്ന നിലയിൽ സൈജു ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൊഡ്യൂസർ എന്ന നിലയിൽ പിന്നെ എന്താ പറയുക, പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ ഭാവേ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നുമല്ല. ഈസ് എ വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ പേഴ്സൺ. ഞാൻ കണ്ടെടുത്തോളം എനിക്ക് അങ്ങനെ ഒരു പ്രൊഡ്യൂസറിന്റെ ഒരു ജാടയോ കാര്യമോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാ പ്രൊഡ്യൂസേഴ്സും ജാട ഉണ്ടെന്നല്ല പറയുന്നത്, എന്നാലും അവർക്ക് ഒരു വെയിറ്റ് ഉണ്ടാവില്ലേ, അതൊന്നും അവിടെ എനിക്ക് തോന്നിയില്ല. അല്ലാതെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. എനിക്ക് എന്താ പറയുക, അതും കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി നടത്താൻ തോമസ് തിരുവല്ല സാറും പിന്നെ സൈജു വൺ ഓഫ് ദി ബെസ്റ്റ്. നടന്ന നിലയിൽ അതിനേക്കാളും ബെസ്റ്റ്. 100 മാർക്ക് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. അതെ, അതാണ് സൈജു. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അതെ, നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ. അതെ. എന്തുണ്ട് വിശേഷങ്ങൾ? ബൈക്കൊന്ന് പിടിച്ചോ? സുഖമായിട്ടിരിക്കുന്നു. നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കലെന്നാണ് പറഞ്ഞത്. ഇതുവരെ സന്തോഷം. നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കലെന്നാണ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അവന്റെ ചിരിയൊക്കെ കേട്ടപ്പോ അല്ലേ, ഈ ചിരി വരും. നല്ലൊരു സിനിമയുടെ ഭാഗം സെക്കൻഡ് പാർട്ടിലേക്ക് വരുവാണ് അല്ലേ? നമുക്കൊരു സെക്കൻഡ് പാർട്ട് കിട്ടുക എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരു സിനിമ വിജയിച്ച ആദ്യമായിട്ട് കിട്ടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഭരതനാട്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രോപ്പർ ക്ലോഷറും എൻഡും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഇതുപോലൊരു സെക്കൻഡ് പാർട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. പിന്നെ കഥ കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ആ ഭരതനാട്യത്തിന് ഇങ്ങനെയൊരു സ്റ്റോറി ഷിഫ്റ്റും പരിപാടിയൊക്കെ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തേ ഇല്ല. അപ്പം അതിന് ദാസേട്ടനോടും റൈറ്റർ വിഷ്ണു ചേട്ടൻ എല്ലാം അടിപൊളിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, നമുക്കൊരു ഫാമിലി റീയൂണിയൻ പോലെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിനിമ എടുക്കുന്നതിന്റെ ടെൻഷനൊന്നും അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ വീണ്ടും. കലച്ചേച്ചി നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരാളല്ല. ശ്രീജ ചേച്ചിയൊക്കെയാണെങ്കിലും ചെന്നൈയിലാണ്. അപ്പോൾ അവരെ വീണ്ടും കാണുന്നു. നമ്മൾ ആ ഫാമിലി, ആ ഒരു ഹാപ്പിനെസ് ത്രൂ ഔട്ട് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും പടത്തിനെയും നല്ല രീതിക്ക് റിഫ്ലക്ട് ചെയ്യും. അത് അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ഉറപ്പാണ്. ഈ ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ രണ്ടാമത് ഇങ്ങനെ കൊണ്ടുവരുവാണല്ലോ. അപ്പം മൈക്കുണ്ട് അവിടെ ഉണ്ട്, ഇങ്ങനെ കൊണ്ടുവരുവാണല്ലോ. കൊണ്ടുവരുമ്പം നമുക്ക് നിങ്ങൾ ദാസും റൈറ്ററൊക്കെ ആയിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധനം മുന്നോട്ട് വെച്ച് എന്തായിരിക്കും? ഇതിൻ്റെ അകത്ത് ഞാൻ ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് അത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, സീരിയസ്ലി. നമ്മൾ പല പടങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഇപ്പം ബുദ്ധി കാണിക്കാനെന്നുള്ള രീതി, അതായത് നമ്മൾ കുറച്ച് ബുദ്ധിമാനായ ഒരു ആക്ടറാണെന്നൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഭരതനാട്യമായാലും ഞാൻ അതുകൊണ്ടാണ് കൃഷ്ണദാസിനെ ഒരു ബ്രില്യൻ റൈറ്റർ ഡയറക്ടർ എന്ന് പറയുന്നത്. ചില ലൂപ്പ് ഹോൾസ് ഒന്നുമില്ല. എന്താണ് നമ്മൾ പറയേണ്ടത്? പിന്നെ മണ്ടത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മണ്ടത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്ര വലിയ മണ്ടനല്ലോ നമ്മൾ. അപ്പോൾ അത് കാരണം എന്താണ്, ഓക്കെയാണ് സാധനം. അത് വളരെ ഗംഭീരമായിട്ട് അത് എടുത്തും വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം
പ്രേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. 100% പ്രേക്ഷകരുടെ കയ്യിലായിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകമായ ഒരു സംഭവമാണ്. പക്ഷേ ഓരോ സിനിമയ്ക്കും അതിൻ്റെ എലമെന്റ്സ് ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മൾ ആട് തന്നെ ഉദാഹരണം ഇട്ട് ഫസ്റ്റ് പാർട്ട് പോലെയല്ല സെക്കൻഡ് പാർട്ട് പോലെ തേർഡ് പാർട്ട്. ഇനി വരാൻ പോകുന്നു എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്കായിരിക്കും കഥകൾ അറിയാവുന്നത്. ഇതിൽ അത്തരമൊരു വ്യത്യാസം എന്തായിരിക്കും ഉണ്ടാവുക? നമ്മളും ആക്ച്വലി ജോണർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഭരതനാട്യം ഒരു ഫാമിലി ഫീൽ ഗുഡ് കോമഡി മൂവിയാണ്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഡാർക്ക് ഹ്യൂമർ, ക്രൈം ത്രില്ലർ, ഇതെല്ലാം കൂടെ പൊതിഞ്ഞൊരു ഹ്യൂമർ പടമാണ് നമ്മൾ പറയുന്നത്. ക്രൈം ഉണ്ട്, ത്രില്ലിംഗ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്രൈമും ത്രില്ലിംഗ് മൂവ്മെൻറ്റ്സും ഒക്കെ നമുക്ക് അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്, ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമൊക്കെ നമ്മൾ ഹ്യൂമറിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2 ഇമോഷനും കിട്ടും, ഹ്യൂമറും കിട്ടും, ത്രില്ലും കിട്ടും. ആ ഒരു രീതിയിലുള്ളൊരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് കണക്റ്റ് ആവുകയും ചെയ്യും, അവരെ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യും എന്നാണ് നമ്മുടെ ബലമായ വിശ്വാസം. ആയിരിക്കും. ഈ നമ്മൾ ഈ സിനിമ ലൊക്കേഷനിൽ ഒരു മൈക്കിങ് വരും. നമ്മൾ ലൊക്കേഷനിൽ ഈ അവിടെ പഠിച്ചോ, ലൊക്കേഷനിൽ ഓരോ കഥാപാത്രങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ആർട്ടിസ്റ്റ് വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റ് സൈജോണ് അവിടെ ഉണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ആ സമയത്തുള്ളൂ. അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ഈ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഈ ക്ലാബ് ബോർഡ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് സൈജു ഗ്രൂപ്പ് എന്റർടൈൻമെന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പ്രൊഡ്യൂസറും കൂടെയാണല്ലേ ഓർക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കാര്യം എന്ത് ഇവിടെ ഡയലോഗ് പഠിക്കുക മറ്റോ ഇഞ്ചോണ്ടിരിക്കുക. അത് ഒരു ലോഡ് ഡയലോഗ് ഉണ്ട്. ഭരതനാട്യത്തിന്റെ സമയത്ത് നമ്മൾ ഇടയ്ക്ക് പറയും പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴേ ഞാനാണല്ലേ പ്രൊഡ്യൂസർ എന്ന് സൈജു അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. സൈജു ചേട്ടൻ തന്നെ പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കുറച്ച് ഇടുമ്പോ ഉണ്ടായിരിക്കും. അപ്പോഴാണ് ചേട്ടൻ ഓർക്കുന്നത് ഞാനാണല്ലോ പ്രൊഡ്യൂസർ. അത് അങ്ങനെ ഒരു ചിന്താഗതി എപ്പോഴും നല്ലതാണ്. തോമസ് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് സൈജുവിന്റെ മനസ്സിൽ. തോമസ് ചേട്ടൻ ആണെങ്കിൽ എപ്പോഴും ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. അല്ല, യുദ്ധമൊക്കെ തുടങ്ങി കൂടെ വരാനേ പറ്റണില്ല. പക്ഷെ അദ്ദേഹം വന്നിരുന്നു കേട്ടോ. ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും വലിയൊരു പ്ലസ് ഭരതനാട്യം തൊട്ട് കിട്ടിയത്, വി ഗോട്ട് ലോട്ട് ഓഫ് ടാലന്റഡ് ആക്ടേഴ്സ്. എല്ലാവരും അടിപൊളി ആക്ടേഴ്സ് ആണ്. അത് ആക്ച്വലി ഞങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തെന്ന് തന്നെ പറയാം. ഡെഫിനറ്റ്ലി. ഇപ്പൊ നമ്മള് ഇപ്പം ദിവ്യ പറഞ്ഞില്ലേ, ദിവ്യ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇന്നാവുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരാളല്ല, ഒരു 3-4 പേരും ഇവിടെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാരണവശാലും അവർക്ക് ഇപ്പം ഒരാൾക്ക് ഡേറ്റിൻ്റെ ഇഷ്യൂ, ഒരാൾക്ക് നടുവിൻ്റെ പ്രശ്നമുണ്ടായി, സ്ലിപ്പ് ഡിസ്കിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് പോയപ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ ദിവ്യയിലേക്ക് ചെല്ലുവാണ്. അപ്പം ഈ ഓപ്ഷൻസിൽ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് എന്നാൽ പിന്നെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഇതല്ലായിരുന്നു. അത് കറക്റ്റായിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തണം. നമ്മൾ ആദ്യം ഉദ്ദേശിച്ച ആ താരത്തിൽ നിന്നും മെച്ചമായിരിക്കണം എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. അതാണ് ഫസ്റ്റ് പാർട്ടിൽ അതെ എക്സാക്ട്ലി. അയ്യോ ഇനി ഞാൻ ആയിട്ടില്ല ചേട്ടാ. പുള്ളിയുടെ എക്സ്പീരിയൻസ് വലുതാണ്. 100%. 100% എക്സ്പീരിയൻസ് ആണ്. അല്ല, നമ്മുടെ സിനിമ എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ശകല സമയം ഉണ്ടായിരുന്നു. അത്യാവശ്യം പറഞ്ഞു ഞാൻ ദിവ്യേശനെ വിളിച്ചിട്ട് വെളുപ്പങ്കാലത്ത് അവിടെ ലൈറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക. ഹോസ്പിറ്റൽ സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. ചേച്ചി ക്യാരക്ടർ ആയിട്ടില്ല. ആ ലൈറ്റപ്പിടയില് അഭിചേട്ടനും ചേച്ചിയും കൂടിയുള്ള സീനാണ് എടുക്കേണ്ടത്. ആ ക്യാരക്ടർ ഇല്ല. തലേ ദിവസം മുമ്പ് പറഞ്ഞ ആർട്ടിസ്റ്റ് പോയി. കാലത്ത് 6-7 മണിക്കാണ് ഞാൻ ദിവ്യേശനെ വിളിച്ചിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ ദാസേ, നമുക്ക് ചെയ്യാം. എപ്പോഴാ വരേണ്ടത്? വണ്ടി ഇപ്പൊ അങ്ങോട്ട് വരും, ഇപ്പൊ കയറി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. രാവിലെ മോനെ സ്കൂളിൽ വിടാനുള്ള ഞാൻ പറഞ്ഞു എനിക്കിത് കുളിക്കാനുള്ള സമയം തരണം. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഇത് ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വന്നിട്ടും ഇതിന്റെ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. ചിലർ അങ്ങനെ വിളിച്ചിട്ട് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആർട്ടിസ്റ്റുകൾ നമുക്കറിയാം. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിക്കാണ് വിളിച്ചല്ലേ. ഓരോ കാര്യത്തിലും ആ സംഭവം ആരെയും കിട്ടാഞ്ഞിട്ടല്ലേ കേട്ടിട്ട് പ്രൊഫഷൻ കണ്ടുള്ള ചെവി പൊട്ടിപ്പോ സമ്മതിച്ചേ പറ്റും. കാരണം അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള കമ്പനിയായിരുന്നു. എന്നും വഴക്കും
അതല്ലേ കമ്പനി ആയിരുന്നു, എല്ലാത്തിനും ഒരു കമ്പനി ആയിരുന്നു. പക്ഷെ വേറെ കേസ്, നിങ്ങളെ കൊണ്ട് ആ ഈ ലൊക്കേഷനിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് എല്ലാവർക്കും പ്രശ്നമായിരുന്നു. ഷൂട്ടിൽ പോയിരിക്കുമ്പോ ഫോൺ, അത് അവിടുത്തെ ആ പ്രശ്നം തീർക്കാവുന്നത് നിങ്ങൾ വരണം. അത് സ്വന്തം പടമല്ല, വേറെ ഷൂട്ടിംഗ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചേട്ടനില്ലെങ്കിൽ മലയാള സിനിമയിലല്ലോ. പറഞ്ഞിപ്പോ വീട്ടിലിരിക്കും. അത് ആക്കുന്ന കാണട്ടല്ലോ അല്ലേ? പക്ഷെ ഈ നിങ്ങൾ ഈ ദാസപ്പ നന്ദു പൊതുവാളുള്ള ഈ ക്യാരക്ടറിലേക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അത് ദാസന്റെ ചോയ്സ് ആയിരുന്നു. കറക്റ്റ്. അല്ല, അത് ഒന്നൊരു ഫ്രഷ്നെസ് വേണം എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നമുക്ക് ക്യാരക്ടറിൽ ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും എന്ന ആളുകൾക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും പുള്ളിയുടെ ഫേസ് അറിയാം. എന്നാൽ പുള്ളിനെ സ്റ്റാർട്ട് ടു എൻഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല ചെയ്തു. അപ്പം അതുകൊണ്ടായിരുന്നു നമുക്കിപ്പോൾ നന്ദുചേട്ടനെ ഫുള്ളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട്. നമുക്ക് ക്യാരക്ടറിന് ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും, എന്നാൽ ആളുകൾക്കൊക്കെ പരിചയമുള്ള ആളാണ് താനും. എന്നാൽ നല്ലൊരു മൂത്ത ചേട്ടൻ അളിയൻ ലുക്ക് കൊണ്ട് പെർഫോമൻസിൽ കിട്ടുന്ന കാര്യം ഉറപ്പാണ്. എനിക്ക് ആ കാര്യത്തിൽ ദാസിനോട് ഭയങ്കര ബഹുമാനമുണ്ട്. കാരണം ഒരുപാട് ഡയറക്ടേഴ്സിന് എനിക്ക് പരിചയമുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ഡയറക്ടർമാർ തുടങ്ങി ചെറിയ ആൾക്കാർ. ഒരാൾ പോലും നല്ലൊരു സംഭവം പോലും എന്നെ ഓർത്ത് വിളിക്കാത്ത തോന്നിയിട്ടില്ല. ഒരു പരിചയമില്ലാത്ത ദാസാണ് ഞാൻ. ദാസിന് ഒരു പരിചയമില്ല, ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല, ഒരു പരിചയമില്ലാത്ത ദാസ്. എന്നൊരു ദിവസം സുരേഷ് ഗോപി ചേട്ടൻ്റെ മകൻ്റെ കല്യാണത്തിൽ, മകളുടെ കല്യാണത്തിൽ സൈജു ഗ്രൂപ്പിനെ കണ്ടു. ഞാൻ കല്യാണത്തിന് ചേട്ടാ ത്രൂ ഔട്ട് സാധനം വരുന്നുണ്ട്, വിളി വരുന്നു. ഇതിനാളാണ് വെറുതെ സൈജു വെറുതെ പറയാറില്ല, നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത വാച്ച് പഠിച്ച് നടക്കുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞില്ല ഇതിൽ കാരണം വിളിക്കട്ടെ ചോദിച്ചപ്പോൾ ദാസ് എന്നെ വിളിച്ച് പ്രിയൻ സാറിൻ്റെ പറഞ്ഞു. ആ ലൊക്കേഷനിൽ ദാസ് പറഞ്ഞു, ആ ലൊക്കേഷനിൽ വന്ന് ദാസ് അതിൻ്റെ ത്രെഡ് പറഞ്ഞു. പ്രിയൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. വേറെ ചേച്ചി, ഈ ചേച്ചിയുടെ ജീവിതത്തിൽ അറിയാലോ യാത്ര എങ്ങനെയായിരുന്നു, എത്ര പേരുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാം. നമ്മൾ ഡബിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡബിങ് ആർക്കായിരുന്നു ചെയ്യുന്നത്? മനസ്സുകൊണ്ട് ഇഷ്ടം. നമുക്ക് ആ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു മനസ്സിലൊരു കാവ്യ മാധവൻ ചെയ്ത റോൾസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, ശാലിനി ചെയ്ത റോൾസ് ഒക്കെ ഇഷ്ടമാണ്. കുറെ ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും നായികമാരുടെ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റിനെ പറയാൻ പറ്റില്ല. ഇമോഷൻ ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും വലിയ പാട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അല്ലെ? അവരുടെ അതേ ഫീല് കിട്ടണം. അങ്ങനെ ഇമോഷൻ ചെയ്തേക്കുന്നത് ഏറ്റവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒത്തിരി വേദനിച്ചല്ല ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വേദനയുടെ കഥാപാത്രം ആരെയായിരുന്നു? അതെനിക്ക് അനിയത്തിപ്രാവ് ചെയ്യുമ്പം, ശാലിനിക്ക് ഡബ് ചെയ്യുമ്പം ചില ക്ലൈമാക്സ് സീൻസ്, അതിന് മുമ്പുള്ള അവർ പിരിയുന്ന സീൻസൊക്കെ ശരിക്കും ഒരു വേദന തോന്നിയിട്ട് തന്നെ ഡബ് ചെയ്തൊരു സീനായിരുന്നു. കാരണം ആ സീൻ ആദ്യം എനിക്ക് ഫാസിൽക്ക് ഇട്ട് കാണിച്ചപ്പോൾ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാതെ കരഞ്ഞുപോയി. പിന്നെ അന്ന് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വന്ന് ഡബ് ചെയ്തത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ പടത്തിന്. നമുക്ക് ഒരു ഇപ്പൊ ഡബ് ചെയ്ത നമ്മുടെ സ്വന്തം സൗണ്ടിലാണല്ലോ നമ്മളിപ്പോ അഭിനയിച്ചത്. നമുക്ക് ആർക്കും ഡബ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല ആ കാര്യം. ഇപ്പൊ എല്ലാവരും പിന്നെ സ്വയം ഡബിങ്ങിലേക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം ഡബിങ്ങുകൾ കുറയുന്നുണ്ടായിരുന്നല്ലോ, ചേച്ചിക്കും കുറെ എല്ലാവരും. ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? ഇല്ല, അങ്ങനെ വിഷമമൊന്നുമില്ല. കാരണം അത് ഒരു നാച്ചുറൽ പ്രോസസ്സ് അല്ലേ. എപ്പോഴും എല്ലാവർക്കും എല്ലാ സമയത്തും തിളങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ദൈവം സഹായിച്ച് ഇഷ്ടംപോലെ ഡബ് ചെയ്തു. ഒരു 10,000-2000 പടങ്ങളോളം 6 ഭാഷകളിലായിട്ട് എനിക്ക് ഡബ് ചെയ്യാനുള്ള അവസരം ദൈവം തന്നു. പിന്നെ പുതിയ തലമുറ വന്നല്ലോ, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ തന്നെ ഡബ് ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മൾ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണമല്ലോ. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡബിങ് എനിക്കില്ല, എൻ്റെ വോയിസിന് പറ്റുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ വരാറില്ല. അപ്പോൾ ആ സമയം നോക്കി ദൈവം ഓക്കെ നീ വെറുതെ ഇരിക്കണ്ട, 1-2 പടം പിടിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ന പോലെയാണ്. ഇതൊക്കെ എനിക്കൊരു ബോണസും ഭാഗ്യമാണ്. മലയാളത്തിലാണ് അത് 7 വയസ്സുള്ളപ്പോൾ. മനസ്സ് ഒരു 8-10 ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് മലയാള പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഡബിങ്ങിലേക്ക് വന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ ഒരു 10-40 പടം തമിഴിൽ കഴിഞ്ഞു. അതെ. ഇതിപ്പം മലയാളത്തിൽ 9ാമത്തെ പടം. ഹിറ്റടിച്ച പടങ്ങൾ കുറച്ച് ഏതൊക്കെ ഉണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. ഏതാ പറഞ്ഞു? എനിക്ക് ടൂറിസ്റ്റ് ഫാമിലി എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അന്ന് കണ്ടില്ല, ഞാൻ അന്ന് വൈകുന്നേരം ടിക്കറ്റ് വിളിച്ച ദിവസം തന്നെ ഞാൻ അന്ന് വൈകിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പെട്ടെന്ന് വിളിക്കും ചോദിച്ചപ്പോൾ മനസ്സിലായില്ല, പിടികിട്ടില്ല. ടൂറിസ്റ്റ് ഫാമിലിയാണ് ഇപ്പോൾ ലാസ്റ്റ് റിലീസ്. അതിന്റെ മുകളിലേക്ക് ഏതാണെന്നറിയോ? മോഹിനിയാട്ടം. അതെ അതെ അതെ. യാത്ര. യെസ്, മലയാളത്തിലും അതുപോലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. നമുക്ക് എല്ലാവരും കേൾക്കാം. ഇല്ല, കേൾക്കാൻ താല്പര്യമില്ല. ഇല്ല, അത് കഴിച്ച് പാസ്സാക്കുക. നീ പാട്ടും പാടില്ല. നീ സാർ, ഞാൻ പാട്ട് പറഞ്ഞിട്ടില്ല. പാട്ട് പറഞ്ഞിട്ടില്ല. രണ്ടില്ലേ You cheat. You ചേച്ചി ആക്ച്വലി രാവിലെ ഇത് പ്രാക്ടീസ് പറഞ്ഞല്ലേ? You cheat. You bloody cheat. നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും I feel ashamed. പിന്നെ ഡയലോഗ് ഓർമ്മയില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടോ. അതേ സൗണ്ടിൽ തന്നെ ഡയലോഗ് ഓർമ്മയില്ലാന്ന് പറഞ്ഞല്ലോ. അല്ല, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല, ഓർത്തിരിക്കുമ്പോ അല്ലേ? ഒരു യാത്രയാണല്ലോ, വലിയ യാത്രയായിരുന്നു ചേച്ചിയുടെ, വലിയ യാത്രയാണ്. ഇപ്പൊ മലയാള സിനിമയിൽ ഇഷ്ടംപോലെ സിനിമ, തമിഴ് സിനിമ ഇഷ്ടംപോലെ. പക്ഷെ ഇവരുടെ സെലക്ഷൻ ഓക്കെ ആയിരുന്നു. അതല്ലേ ഷൈജോണൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരെ ആയിരുന്നു ഡേറ്റിന്റെ ഒരു കാര്യം തന്നെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ വേറെ കേസ്, നമുക്ക് ഈ ചേച്ചി തന്നെ വേണം എന്ന് നിങ്ങൾക്ക് ചിന്താഗതി ഉണ്ടായിരുന്നു തുടക്കത്തിൽ? ശ്രീ ചേച്ചി ഇല്ല, ശ്രീ ചേച്ചിക്ക് പകരം നമ്മൾ വേറെ ആലോചിച്ചിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കാസ്റ്റ് അല്ലാതെ ബാക്കി എല്ലാ കാസ്റ്റുകളും മാറി മാറി വന്നതാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അൾട്ടിമേറ്റ് എർട്ടകൾ മാറിയില്ലായിരുന്നു അല്ലേ? എർട്ടകൾ മാറി വേറെ ഏത് സമയത്താ അത്? അല്ല, ബട്ട് വി ഗോട്ട് ടാലന്റഡ് ആക്ടേഴ്സ്. അത് നമുക്ക് സ്റ്റാർസ് ഇല്ല സിനിമയില്, നമുക്ക് ടാലന്റഡ് ആക്ടേഴ്സാണ് ഉള്ളത്. ബട്ട് വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ സ്റ്റാർ നമ്മുടെ സിനിമയാണ്, അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരല്ല. ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് വരുവാണെങ്കിലും നമ്മൾ ടാലന്റഡ് ആക്ടേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിപ്പം പുതിയ ആൾക്കാർ കുറച്ച് പേരുണ്ട്. സുരാജ് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ബേബി ജീനുണ്ട്, വിനയ് ഫോർട്ട്, നമ്മുടെ സന്തോഷ് ഗുരുവായൂർ, നിസ്താർ സേഠ്, ജഗദീഷ് ചേട്ടൻ. ഇത്രയും പേരാണ് മോഹിനിയാട്ടത്തിലുള്ളത്. മോഹിനിയാട്ടത്തിൽ അതെ അതെ. ആ കണ്ണൂരിലേക്കുള്ള വിളിയാണ് കേട്ടോ അല്ലേ? ഒന്നായോ ശ്രീകണ്ഠാപുരത്തേക്ക് അങ്ങ് കേറിക്കോ, വണ്ടി കയറിക്കോന്ന് പറഞ്ഞ് കേറി. ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് ഇവരും അങ്ങോട്ട് പോയത്. പക്ഷെ ഞാൻ വേറെ എക്സാക്ട്ലി ഇതുപോലത്തെ ഒരു വണ്ടിയിലാ പോയല്ലേ? പാട്ട് കണ്ടിട്ടില്ലല്ലേ? പാട്ട് നമ്മൾ ഇപ്പം ഒരു 1 മില്യൺ അത് ഇപ്പോഴും ചോദിച്ചാൽ എത്ര ദിവസം ഇറങ്ങിയിട്ട്? അതെ, അപ്പം അതിന്റെ അകത്ത് കാണിക്കുന്നു, യാത്ര കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ നീ ഏത് വണ്ടിയിലാ പോയ? പ്രൈവറ്റ് ബസ്സിൽ. അല്ല, നേരത്തെ പറഞ്ഞാൽ അപ്പൊ ഈ ബസ്സിൽ കയറായിരുന്നു, ഈ ബസ്സിൽ കയറായിരുന്നു എന്താണ്? അല്ല, ഇവിടെ അവർക്ക് അപ്പന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് എന്റെ ആവശ്യം വന്നത്. എന്താ പറ്റിയ? നല്ല നിലയ്ക്ക് പോകുമ്പോ കുടുംബത്തിൽ കേട്ട് താമസിക്കാൻ പറ്റുള്ളല്ലോ. അതുകൊണ്ടാണ് ലാസ്റ്റ് വേറെ വണ്ടി കയറിക്കോളാൻ പറഞ്ഞത്. എനിക്ക് സ്വന്തമായിട്ട് വേറെ കുടുംബവും ഇതൊക്കെ വീടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ പോവാറില്ല. അളിയാ പറയാളിയാ, അതിന് മറുപടി അളിയൻ കൊടുക്ക. അളിയൻ കൊടുക്കും മറുപടി. കുടുംബത്തിൽ ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. കഥാപാത്രം അങ്ങനെയാണെങ്കിൽ അളിയൻ ഇവിടുന്ന് മറുപടി തരും. അത് മനസ്സിലായോ? പിന്നെ കണ്ണൂരല്ലേ ഷൂട്ട്, പയ്യന്നൂരല്ലേ താമസിക്കുന്നത്, അന്ന് പോട്ടെ എന്ന് വെച്ച് ദാസൻ ഒന്ന് അല്ല ദാസാ, ഇനി അത് വിഷമം വേണ്ട എന്ന് ഓർത്ത് കൊടുത്താൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഭരതനാട്യത്തിലെ ആൾക്കാരെ പരമാവധി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. 2-3 പേരെ തെറിച്ചു പോയിട്ടുള്ളത്. ഒന്ന് ഞാൻ തെറിച്ചു പോയി. സ്വയം തെറിച്ചു. അപ്പൊ നമ്മള് ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു ആംബിയൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ചേച്ചി ആദ്യം ഇറങ്ങിക്കോട്ടെ. ലാസ്റ്റ് കയറിയ അത് ആദ്യം ഇറങ്ങും. ഡയലോഗ് മനസ്സിൽ നിൽക്കുന്നില്ലല്ലോ എന്നാലോചിക്കും. നിലവൂഞ്ഞാലേ നിന്മേലേ നാമില്ലേലേ വിലോലം ലോലം ഈ കാലം വാഴില്ലേലേ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത്, അതെ, സിനിമയുടെ മൂഡിലും ആ വണ്ടിയിൽ യാത്ര ചെയ്ത് നമ്മൾ വേറെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ആ സിനിമയിൽ അത്തരം ഒരു സീൻ എടുത്തപ്പോൾ എന്താ തോന്നുന്നത്? വണ്ടിക്കകത്തിരുന്ന് യാത്ര ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം പ്രൊമോഷൻ എടുത്തപ്പോൾ എന്ത് തോന്നുന്നു? അല്ല, പലപ്പോഴും ഇപ്പോൾ ഈ ജോയിന്റ് ഫാമിലി സമ്പ്രദായം ഇല്ലാത്തത് കാരണം
ഈ ഒരുമിച്ചുള്ള യാത്രകൾ സംഭവിക്കാറില്ല. അപ്പം ഞങ്ങൾ ആസ് എ ഫാമിലി, ഞങ്ങളിപ്പോൾ ഒരു കുടുംബമായല്ലോ, ഒരു പാർട്ട് ചെയ്തു, രണ്ടാമത്തെ പാർട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ യാത്ര എടുക്കുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ പടത്തിന്റെ നമ്മൾ ഏകദേശം പടം 55 ദിവസം കൊണ്ടാണ് തീർത്തത്. അപ്പോൾ ഒരു 50ാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സീൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ജോയിന്റ് ഫാമിലിയുടെ ഒരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടി. നമ്മൾ ഒരുമിച്ചൊരു പിക്നിക്കിന് പോണ പോലെയോ, ഇതൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പം ഞങ്ങളിപ്പം എനിക്ക് 2 മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, ഞങ്ങൾ 5 പേരും കൂടെ പോകും. പക്ഷെ ഇത്രയും ഒരു വലിയ ഫാമിലി ആയിട്ട് പോകുന്നൊരു സുഖം അത് ഈ സിനിമയിൽ നമ്മൾ ആ വണ്ടിയിൽ അനുഭവിച്ചെന്നുള്ളതാണ്. അല്ലേ? ഈ ദാസപ്പൻ വണ്ടിയിലുള്ള സീൻ എടുത്തപ്പോൾ ദാസപ്പൻ പറഞ്ഞത്, വണ്ടിയിലുള്ള സീൻ എടുത്തപ്പം ദാസൻ എന്താ പറഞ്ഞത്? ദാസൻ നിങ്ങൾ ഇടയ്ക്ക് ഭയങ്കര കൗണ്ടറല്ലേ? എത്ര വർഷം മുതൽ സ്റ്റാർട്ടാക്കി? ഇത് രക്ഷയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറെ സ്റ്റാർട്ട് ആക്ടും പറയേണ്ടി വന്നു, തെറ്റിപ്പോണോണ്ട്. അതെ, എനിക്കൊന്ന് കൂടി തന്നതാ, മനസ്സിലായോ? നമുക്കൊന്ന് ഇരുന്നാലോ, ഇനി കുറച്ചു നേരം ഇരിക്കാം അല്ലേ? ഈ നമ്മളിപ്പം റിസോർട്ടിൽ വന്നു അല്ലേ, യാത്ര ചെയ്ത് റിസോർട്ടിൽ വന്നു. ഈ നിങ്ങൾ ഈ റിസോർട്ടിലേക്ക് വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുണ്ടോ മൈക്കെടുത്ത് കൈ പിടിക്കുന്നത്, നിന്റെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. റിസോർട്ടിൽ വരുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ എന്താ ഉണ്ടാക്കി, ഇന്നലെ പനങ്ങാടെന്നൊക്കെ പറയണൊക്കെ ഉണ്ടായിരുന്നു. പനങ്ങാടെന്നൊക്കെ അല്ല പറയണ ചേച്ചി, അല്ലാണ്ട് അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടായില്ല. അതിനെ ഉറപ്പിക്കാന്ന് ചോദിച്ചായിരുന്നു. അല്ല ഇവര് വിളിക്കുമ്പോഴാണ് ഇറങ്ങി പോണ അങ്ങോട്ട്. വിളിക്കുമ്പോഴാണ് ഇറങ്ങണത്. എവിടെ നിന്ന് ഇറങ്ങണത്? വീട്ടിൽ നിന്ന്. ഷൂട്ടിംഗ് സമയത്തും റൂമിൽ വിളിക്കുമ്പോഴാണ് ഇറങ്ങണത്? ഇല്ല, അത് നേരത്തെ പറയുമല്ല, വണ്ടി വരുമ്പോ അങ്ങോട്ട് കയറി പോവല്ല. വണ്ടിയാന്ന് നോക്കൊന്നുമില്ല, അവിടെ വരുന്ന ഏതെങ്കിലും വണ്ടി അപ്പൊ തന്നെ കയറി പോകും. പിന്നെ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷൻ തപ്പി ബാക്കപ്പ് ആയാലും പോകില്ല. ആരും പോവില്ല. ഇവിടെ തന്നെ അതിന്റെ ഇടയ്ക്ക് പറയാൻ പോയല്ലോ. അല്ലല്ല, ഇവന്മാര് കറക്റ്റ് സമയത്ത് ഇറങ്ങും. ഞാനും ശ്രുതിയും ചേച്ചിയും ഇവനും ഒക്കെ ഒരേ ഫ്ലോറാ ഇവര്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് 6:30 വണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഷാർപ്പ് 6:30 ഇറങ്ങുമ്പോ ഇവർ അതിന് മുന്നേ 2 മിനിറ്റ് മുന്നേ ഇറങ്ങിയിട്ടുണ്ടാവും. അത് പക്കയാണ് ആ കാര്യത്തിലൊക്കെ. സൗണ്ട് കേൾക്കാലോ, ഒരാളുടെ ഇങ്ങനെ എക്കോ ഇങ്ങനെ കേൾക്കാം. ഇവര് ചിരിച്ചോണ്ടേ ഇറങ്ങുള്ളൂ. ഇവര് ചിരിച്ച് വന്ന് കയറിയപ്പോ ഒരു ദിവസം മാറിപ്പോയി. കാരണം ഇതേപോലെ 2 പേരുണ്ട്, ഗുജറാത്തി ഫാമിലി ആയിരുന്നു. കഥ ഇറക്കാൻ എടുക്കാനാണെന്ന് അറിയാലോ. ഈ താടി നിങ്ങളുടെ ഐഡന്റിറ്റി ആണോ? അല്ല, ഇതിപ്പം നമ്മള് ലൊക്കേഷനിൽ അല്ലാതെ വരുമ്പോ ഒക്കെ ഈ താടി കാണും. പ്രൊമോഷൻ വരുമ്പോ ഇത് കാണാറുണ്ട്. ലൊക്കേഷൻ ഇല്ല, പ്രൊമോഷനൊക്കെ വരുമ്പോ കാണാറുണ്ട്. അല്ലല്ല, അവർക്ക് ആട് 3 വേഷം കിട്ടുന്നു. ഒത്തില്ലാന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചോണ്ട്. അതൊക്കെ വെറുതെ കഥകളാണല്ലേ, കഥകളല്ലേ. ഈ ഓരോ ആർട്ടിസ്റ്റുകള്, ഞാനിപ്പോ സൈജോണ്ട് ഈ ഇരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളുടെ ഈ ഇപ്പൊ ഇത്തരം ആളുകളുണ്ട്. ഓരോ പോസിറ്റീവ് വശം പറയാൻ സൈജോന് ഓരോരുത്തർ എന്ത് പോസിറ്റീവ് പറയും? സ്റ്റാർട്ടിങ് ഫ്രം ശ്രീ ചേച്ചി എപ്പോഴും സ്മൈലിംഗ് ഫേസ് ആണ്. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരാളാണ്. ദിവ്യ ഒരു നല്ല സുഹൃത്താണ്. ദിവ്യ ഒരു നല്ല ലിസണറാണ്. ദിവ്യയോട് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിത അനുഭവമൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് കേൾക്കുകയും അതിനെപ്പറ്റി ദിവ്യക്ക് കാര്യങ്ങൾ പറയാനുമുണ്ട്. ശ്രുതി ഒരു ഗ്രേറ്റ് ആക്ട്രസ് ആണ്. ഇവരല്ലെന്നല്ല കേട്ടോ, ശ്രുതിയെ ജൂണിൽ ആദ്യമായിട്ട് കാണുന്നു. അതിനുശേഷം ജനമൈത്രി എന്ന് പറഞ്ഞ ഞാനൊരു പടം ചെയ്തായിരുന്നു. അപ്പം അതിൽ ശ്രുതി ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ്, മീഡിയ ജേർണലിസ്റ്റ്. അപ്പോൾ ശ്രുതിക്ക് എനിക്ക് തോന്നുന്നു 2 പേജ് ഡയലോഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഈ ഡയലോഗ് മെമ്മറൈസ് ചെയ്യാനുള്ളൊരു കഴിവില്ലാത്തത് കൊണ്ടും ഇത്രയും സ്പീഡിൽ ഇപ്പം താങ്കളൊക്കെ ഒരു മൈക്ക് എടുത്തിട്ട് ഒരു സ്ഥലത്തെ ഒരു സിറ്റുവേഷൻ അവതരിപ്പിക്കാറുണ്ടല്ലോ, അതുപോലെ എനിക്ക് പറ്റില്ല. ഞാൻ നിങ്ങളൊക്കെ നമിക്കുന്ന ഒരാളാണ്. ശ്രുതി ജേർണലിസ്റ്റ് അല്ല, പക്ഷെ ജേർണലിസം MA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ആണോ? അപ്പൊ ഞാൻ തിരിച്ചെടുക്കും. അപ്പൊ പിന്നെ അത് പറയാൻ പറ്റില്ല, ഈസിയാണ്. ഇപ്പൊ അപ്പൊ അത്ര വലിയ ആക്ട്രസ് ഒന്നും വടി ഒരു തടി മേടിച്ച് മെമ്മറൈസ് ചെയ്യുന്ന അല്ല, എനിക്ക് റിപ്പോർട്ടിങ് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പഠിച്ചത് ജേർണലിസം. അപ്പൊ അത് പ്രാക്ടീസിൽ അത് കിട്ടുള്ളൂ. അല്ല, പക്ഷെ അതിൻ്റെ അകത്ത് ജേർണലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ അന്താക്ഷരി ചെയ്യുന്നു. അന്താക്ഷരി ഒരു പോലീസായിട്ടാണ്, പോലീസ് കോൺസ്റ്റബിൾ ആണ്. അതിനകത്ത് ഈ ലഡു കഴിച്ചുകൊണ്ട് ലഡു കഴിച്ചുകൊണ്ട് ഡയലോഗ് ഡെലിവറി ഉണ്ട്. അത് ഭയങ്കര കലിപ്പത്തിയാണ്.
ഭയങ്കര കലിപ്പിൽ ഒരാളുടെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എന്ത് ക്യാരക്ടർ കൊടുത്താലും അവരത് വളരെ നീറ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്യും. സോ അങ്ങനെ ഇരുന്നപ്പം ഈ നമ്മുടെ പല കാസ്റ്റിങ്ങും ഇങ്ങനെ മാറുന്നൊരു വേളയിൽ ശ്രുതിയുടെ കാസ്റ്റിങ്ങിൽ വേറെ ദാസൻ ആരെയും മനസ്സിൽ കണ്ടിട്ടില്ലായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, ആണോ? അപ്പം ദാസൻ്റെ മനസ്സിൽ വേറെ ആരും ഇല്ലായിരുന്നു. ഇപ്പം ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിൽ അതുപോലെ ഈ ഇപ്പം ശ്രുതിയുടെ ക്യാരക്ടർ, സ്വാതിയുടെ ക്യാരക്ടർ, അഭിരാമിൻ്റെ ക്യാരക്ടർ, ഇപ്പം സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ ജൂഡായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 2018 എന്തോ ഒരു പരിപാടിക്ക് അവാർഡ് ഫംഗ്ഷൻ എന്തോ ഓവർസീസ് പോകുന്നതുകൊണ്ട് ഡേറ്റ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ശ്രുതി, ശ്രുതിയുടെ പേരെനിക്ക് പെട്ടെന്ന് വെച്ചാൽ പ്രായം കൊണ്ട് എൻ്റെ അനിയത്തിയാണല്ലോ, അപ്പം ആ പ്രായമായിരിക്കണം, പിന്നെ നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് വെച്ചിട്ട് ഞാൻ ശ്രുതിയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ഹി വാസ് ഓൾസോ വെരി ഹാപ്പി. ശ്രുതി നല്ല ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രുതിയെ ഞാൻ തന്നെ വിളിച്ചത്. നമ്മൾ ശ്രുതിയും എന്താണ് കഥാപാത്രമൊക്കെ ദാസൻ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ഷീ ലൈക്ഡ് ഇറ്റ് ആൻഡ് ഇന്നായി. അഭിരാമിൻ്റെ നമ്മുടെ പറവ എന്ന് പറഞ്ഞ സിനിമ, അതിൽ മനാഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരിക്കുന്നത്. എനിക്ക് ആ ക്യാരക്ടറിൻ്റെ പേര് വരെയും കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ആക്ച്വലി ഓർത്തിരുന്നത് പുള്ളിയുടെ ശരിക്കും പേര് മനാഫ് എന്നായിരിക്കാം. ഓക്കെ, അതുപോലെയാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തത്. അതിൻ്റെ അകത്തൊരു ഈ പറഞ്ഞ പോലെ ഈ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുമ്പം അർജുനോത്സവം വന്നിട്ട് ഈ കല്യാണം ഇൻവൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതിൻ്റെ അകത്ത് അഭിരാം ചമ്മുന്നുണ്ട്. ആ ചമ്മൽ നമുക്ക് ജീവിതത്തിൽ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പലരും ചമ്മാറുണ്ട്. പക്ഷേ അത് ഒരു ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ആ വികാരം കൊണ്ടുവരൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ദേഷ്യം കാണിക്കാം, നമുക്ക് സന്തോഷം കാണിക്കാം, നമുക്ക് കരയാം, ഇതെല്ലാം കാണിക്കാം. പക്ഷേ ചമ്മൽ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്കിതുവരെയായിട്ടത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ചമ്മിയിട്ടുണ്ട്, പക്ഷേ സ്ക്രീനിൽ എനിക്ക് ചമ്മൽ സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഞാൻ അതിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അഭിരാം അങ്ങനത്തെ ഒരു ആക്ടറാണ്. പിന്നെയാണ് ശ്രീനാഥ് ഭാസിയായിട്ട് സംസാരിച്ചപ്പം ഞാൻ ചോദിച്ചു, ഈ മനാഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആരാണ്? പറഞ്ഞാൽ അഭിരാം നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പറഞ്ഞു, ഓ ശരി. സോ ഡയറക്ഷൻ ഏരിയയിലും ഉണ്ട് അദ്ദേഹം അഭിനയിക്കുന്നുമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ സോ ഈസ് വെരി ഗുഡ് ആക്ടർ ആൻഡ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. നന്ദു ചേട്ടൻ പിന്നെ മുത്താണ്, ജെമ്മാണ്. സീരിയസ്ലി ഇങ്ങനെയൊക്കെ ഇദ്ദേഹമായിട്ടൊക്കെ ഇതിനു മുമ്പേ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലയൺ എന്ന് പറഞ്ഞ എൻ്റെ രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹം കൺട്രോളറായിരുന്നു. കൺട്രോളറല്ല, എക്സിക്യൂട്ടീവ് ആയിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് 2-3 ദിവസം അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇടപെടാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുന്നതല്ലാണ്ട്. പക്ഷെ ഭരതനാട്യത്തിൽ വരികയും പിന്നെ ഇദ്ദേഹമായിട്ടിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. കോടതി സമക്ഷം. പക്ഷേ ഈ അധികം നമുക്ക് സംസാരിക്കാനുള്ളൊരു ഏരിയ വരുന്നത് നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംവിധായകനായിട്ടൊക്കെ ആണല്ലോ നമുക്ക് ലൊക്കേഷനിൽ കൂടുതൽ സംസാരിക്കാൻ ചാൻസ് കിട്ടുന്നത്. പുള്ളിയുടെ പ്രൊഡക്ഷൻ്റെ ഏരിയാസിൽ ബിസി ആയിരിക്കും. പക്ഷേ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് പുള്ളി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇടയ്ക്ക് ഫോൺ വരും, അതൊക്കെ ഓക്കെ. പക്ഷേ എന്നാലും നമ്മൾ ഇരുന്ന് സംസാരിക്കും. അപ്പോഴാണ് യഥാർത്ഥ നന്ദു ചേട്ടൻ എത്രമാത്രം ഒരു ഗുഡ് സോളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ദാസനെ പറ്റിയും പറയണം അല്ലേ? പിന്നെ ദാസനെ പറ്റി ഏറ്റവും കൂടുതൽ പറയണ്ടത് ദാസൻ ആക്ച്വലി ഇരുത്തിക്കൊണ്ട് ബ്രില്യൻ്റ് എന്നൊക്കെ പറയുന്നതിൽ എനിക്കൊരു ചമ്മലുണ്ട്. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു റൈറ്റർ ഡയറക്ടറാണ്. അവൻ എന്നോട് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓസ്ലർ എന്ന് പറഞ്ഞ പടമാണ് ചെയ്യുന്നത്. ആ സമയത്ത് തൃശ്ശൂർ ഷൂട്ടാണൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഊമയായിട്ടാണ്. അപ്പോൾ ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പം വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളവിടെ പോയി എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് 4 ദിവസം ഞാൻ ബ്രേക്ക് സമയത്ത്, അല്ലെങ്കിൽ 1 മണിക്കൂർ ബ്രേക്ക് സമയത്ത് ഞാനൊരു 15-20 മിനിറ്റ് ഉറക്കവും ബാക്കി അടുത്ത സീൻ്റെ പ്രിപ്പറേഷനും ആയിരിക്കും. പക്ഷേ ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും ബ്രേക്കിന് ഓരോ കഥ കേട്ടു. അതിനകത്ത് ഒന്നായിരുന്നു നമ്മുടെ ഭരതനാട്യത്തിൻ്റെ. 15 മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പലപ്പോഴും 15 മിനിറ്റ് കൊണ്ട് കഥ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും പിന്നെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ഭയങ്കര വലിഞ്ഞ് ഉള്ളൊരു സംഭവം പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതിനുശേഷം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. വളരെ ഒരു 6 മാസത്തിനുള്ളിലാണ് പിന്നെ ഇത് പ്രൊജക്റ്റ് ആകുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ 1-2 പ്രാവശ്യമാണ് ഇവൻ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതുണ്ട്, ഇത് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇത് ലൊക്കേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ്റെ മേക്കിംഗ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അസാധ്യ കഴിവാണ്. അപ്പോൾ
എനിക്കൊരു അഭിമാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ്. പലരും ഐഡൻറ്റിഫൈ ചെയ്ത് കാണുമായിരിക്കും കേട്ടോ, പക്ഷെ അത് പ്രൊജക്റ്റ് ആവാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനും പലരെയും ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പ്രൊജക്റ്റ് ആയിട്ടില്ല. പക്ഷേ ദൈവാദിനം കൊണ്ട് എനിക്ക് വളരെ ഇതായിട്ട് പറയാം, എനിക്ക് അഭിമാനമുണ്ട് കൃഷ്ണദാസിനെ പോലത്തെ ഒരാളെ എൻ്റെ ത്രൂ എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത്. പിന്നെ അസാധ്യ ഹ്യൂമർ സെൻസാണ് അവൻ. ചിലപ്പം നമ്മളോട് പെരുമാറുമ്പോൾ ചിലപ്പോൾ വലിയ കോമഡി ഒന്നും അടിക്കില്ലായിരിക്കും, പക്ഷേ എഴുത്തിൽ വൻ ഹ്യൂമറാണ്. അത് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് ഹ്യൂമറാണ്. എൻ്റെ ഒരു വളരെ ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സുഭാഷ് എന്ന് പറഞ്ഞാൽ അഭിരാമിൻ്റെ ക്യാരക്ടർ ഭരതനാട്യത്തിൽ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നു, ഹോസ്പിറ്റലിൽ എത്തുന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഓറഞ്ചൊക്കെ ഉണ്ട്, നിങ്ങളെവിടെ, നിങ്ങളെ കാണുന്നില്ല, ഞാൻ പലയിടത്തും തപ്പിയെന്ന് പറയുമ്പോഴത്തേക്കും ഈ പലയിടത്തും തപ്പിയെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് മേളിൽ മോർച്ചറി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ഭയങ്കര ബ്രില്യൻസ് ആണ്. അത് എഴുതുകയും ആ രീതിയിൽ ഷോട്ട് വയ്ക്കുകയും. സോ ഇത്രയാണ് തൽക്കാലം എനിക്ക് ഇദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മുടെ ജിനിലും ജിവിനെ ഒരുമിച്ച് പറയാം. ഭയങ്കര നമുക്കിങ്ങനത്തെ അനിയന്മാരുണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ഇതാണ് ഇവന്മാർ. ഒരു സംഭവം വെച്ചാൽ അതേ നമുക്ക് തോന്നും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനത്തെ അനിയന്മാരുണ്ടായിരുന്നെങ്കിൽ ഇവന്മാർക്ക് ജോലി ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇവരുടെ കാര്യമല്ല, അനിയന്മാരുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി കാണുമല്ലോ. ഒരാവശ്യം വന്നാൽ കടം ചോദിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ അങ്ങനത്തെ രണ്ടുപേരുണ്ടായിരുന്നു. ഇവരെ പോലത്തെ രണ്ടുപേരുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര നമ്മുടെ ജീവിതം തന്നെ ധന്യമായാണ്. എന്നുവെച്ചാൽ എനിക്ക് സഹോദരങ്ങളില്ല, എനിക്കൊരു ചേച്ചിയാണ് ഉള്ളത്, ഐ മീൻ ബ്രദേഴ്സ് ഇല്ല. അപ്പോൾ എനിക്ക് ഇവരെ കാണുമ്പോൾ എനിക്ക് ആ ഫീലാണ് കിട്ടുന്നത്. ഇങ്ങനത്തെ രണ്ട് ബ്രദേഴ്സ്, അത് പ്രത്യേകിച്ച് ഇരട്ടകളും കൂടെ ആയിരുന്നെങ്കിൽ ഒരു ഭയങ്കര ആൻഡ് ഇവർക്ക് ഇപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ദ ഫൈനൽ ഔട്ട്പുട്ട് ഗംഭീരമായിരിക്കും. രണ്ടുപേരുടെ ഭയങ്കര രസമായിട്ടാണ് ഇവർ അഭിനയിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് പാർട്ടിൽ കണ്ടാൽ തന്നെ അറിയാം. സെക്കൻഡ് പാർട്ടിലും രണ്ടുപേരും ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണല്ലോ, തീർച്ചയായിട്ടും. അതെ, അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ എത്രയോ കാലഘട്ടമായി സിനിമാ മേഖലയിൽ തന്നെയാണ് അഭിനയവും അതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ലൊക്കേഷൻ പോകുമ്പോൾ ഓരോ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടവരാണ്. അവിടെ ഉണ്ടാവും കുറേ അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ഒരു ലൊക്കേഷൻ പോയി ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം ഏതായിരിക്കും? തമിഴ് ലൊക്കേഷനിൽ നമ്മൾ ഒരാളെ കണ്ടിട്ട് ഒരു ലൊക്കേഷനിൽ അനുഭവം ഉണ്ടാവുമല്ലോ. അത് പിന്നെ വീരധീര സൂര്യൻ എന്ന് പറഞ്ഞ പടത്തിൽ വിക്രമിൻ്റെ അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചത്. വിക്രം വലിയൊരു ആക്ടറല്ലേ, തമിഴിൽ സൂപ്പർ സ്റ്റാർ അതുപോലെ തന്നെ വലിയൊരു ആക്ടറാണ്. പക്ഷേ പുള്ളി ഇതുപോലെ സെറ്റിൽ യാതൊരു പിന്നെ ജാടയോ കാര്യമോ ഒന്നുമില്ലാതെ വളരെ കൂളായിട്ട് എല്ലാവരുടെ അടുത്തും എന്നെയൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അറിയ പോലും ഉണ്ടാവില്ല, പുറകെ വന്നിട്ട് ഇങ്ങനെ കണ്ടുപൊത്തിയിട്ട് നമ്മൾ ചിരിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അത് ആ ഒരു സെറ്റ് ഇതുപോലെ തന്നെ വളരെ ഹോംലി ആയിട്ടുള്ള ഡയറക്ടറാണെങ്കിലും അതിൻ്റെ സെറ്റിൽ തുഷാര എൻ്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടിയാണെങ്കിലും എല്ലാവരും വളരെ നല്ലൊരു പെരുമാറ്റമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഔട്ട് ഓഫ് പ്ലേസ് തോന്നില്ല. ആദ്യം ഞാൻ ആ സെറ്റിൽ പോയപ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും രണ്ട് പിള്ളേരുമായിട്ടുള്ള സീനായിരുന്നു. അപ്പം അവർ വന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, അയ്യോ ഇനി വിക്രമൊക്കെ എങ്ങനെയായിരിക്കും നമ്മളടുത്ത് പെരുമാറുന്നത്. ഞാൻ വേറൊരു ഗെറ്റപ്പിലുമായിരുന്നു. അപ്പോൾ വിക്രമിന് പണ്ട് എനിക്കറിയാം, നമ്മൾ മലയാളത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ ഡബ് ചെയ്ത ഹീറോയിൻസിൻ്റെ നായകനായിട്ടൊക്കെ അഭിനയിച്ച സമയം തൊട്ട് അറിയാം. പക്ഷേ ലോങ് ഗ്യാപ്പാണ്, നമ്മൾ കാണുമോ മിണ്ടുമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരൊക്കെ ഭയങ്കര ഒരു സ്റ്റേറ്റിലുള്ള ആൾക്കാരല്ലേ. അപ്പം ആ ഒരു സ്റ്റേറ്റസിൽ നിന്ന് നമ്മളെ എങ്ങനെയായിരിക്കും ഇവർ കാണുക, എന്തിനാണ് ഇവരെക്കാളും നല്ല ആക്ടേഴ്സൊക്കെ ഇല്ലേ, എന്തിനാണ് എൻ്റെ അമ്മയമ്മയായിട്ട് ഇവരെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ടിട്ടിരിക്കുന്നതൊക്കെ ചിന്തിക്കുകയോ അങ്ങനെ എന്തെല്ലോ എനിക്ക് ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിഷ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പുള്ളി എൻ്റർ ചെയ്ത് ഓടി വന്നിട്ട് അമ്മ എപ്പടി ഇരിക്കീങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് ശ്രീജ എന്നാണ് വിളിച്ചത്, അമ്മ എന്നല്ല. അപ്പോൾ അത്രയ്ക്കും ഒരു സ്വീറ്റായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണതിൽ. ഈ ലൊക്കേഷനിൽ ഓർമ്മയും കിട്ടിയല്ലേ? അതെ, ഈ ലൊക്കേഷൻ അതിനേക്കാളും എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ നമ്മൾ ഔട്ട് ഓഫ് പ്ലേസേ അല്ല, വളരെ വളരെ ഹോംലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഇവിടെ കിട്ടി. സന്തോഷം മാത്രമേ ഉള്ളൂ. പറവേല സീനാണ് ഓർത്ത് വെച്ചെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കണം, പറവേല സീനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാനത് പറഞ്ഞപ്പോഴാണ് ആ സീനെ കുറിച്ച്, അത് ഭയങ്കര ചമ്മൽ സീനാണ്. അത് ഓർത്ത് വെച്ചോക്കാണ് സൈജു എന്ന് പറഞ്ഞ ഒരു ആക്ടർ. അത് ഓർത്ത് വെച്ച് ഇപ്പോൾ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്ര ആഴത്തിൽ ആ സീൻ ഉൾക്കൊണ്ടെന്ന് മനസ്സിലാക്കണം.
ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സൈജു പറഞ്ഞപ്പോൾ മനസ്സിൽ തോന്നി എന്തായിരുന്നു? അതെ, ഇനി സൈജോട്ടനെ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന്. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയില്ല. അതെല്ലാവരും പറയണ പോലെ തന്നെ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതങ്ങനെ ആയി വരുന്നു എന്നുള്ളതാണ്. അത് നന്നായി തോന്നിയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സൗബിനും അതിൻ്റെ ക്യാമറാമാനായിട്ടുള്ള ലിറ്റിലും അവർ രണ്ടുപേരും ആ ഷോട്ട് എടുത്തതിന് ശേഷം അവർ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വരെ അവർക്ക് അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ അഭിനയിക്കാനുള്ള താല്പര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻക്ലിനേഷൻ ഉണ്ടോയെന്ന് അവർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൗബി എനിക്ക് എൻ്റെ അടുത്ത് പറവയുടെ ആ ഷൂട്ടും കഴിഞ്ഞ് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോൾ സൗബിൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ നോക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വരുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിലാണ് സമീർ തയ്യർ എന്നെ സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത്. അങ്ങനെ സൗബിൻ്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു ആ സമയത്ത്, ഉറപ്പായിട്ടും മലയാള സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് അവസരം കിട്ടുന്നു. അപ്പോൾ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചു. അതിൽ വളരെ സന്തോഷം. സൈജോട്ടനെ പോലത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ കൂടുതൽ പ്രചോദനമാണ്, കൂടുതൽ നല്ലത് ചെയ്യാനുള്ള പ്രചോദനമാണ്. അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ട്. നല്ല ആദ്യം ഈ സിനിമയിലേക്ക് ഓടി വന്നത് ഈ ഒരു സീനാന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? ഈ സിനിമയിലേക്ക് എടുക്കാനുള്ള ഒരു കാരണം ഈ സീനാന്ന് പറയുമ്പോൾ എത്രമാത്രം കണ്ട് രസിച്ചു അല്ലേ? ആദ്യമായിട്ട് അഭിരാമിനെ ശ്രദ്ധിക്കുന്ന ആ സീനിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഉണ്ട അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എപ്പോഴെങ്കിലും നമുക്കും ആഗ്രഹം വരുമല്ലോ ഈ ടാലൻറ്റഡ് ആക്ടേഴ്സുമായിട്ട് നമുക്കും കോമ്പിനേഷൻ അഭിനയിക്കണമെന്നുള്ളത്. അത് നമ്മുടെ സെൽഫിഷ്നെസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ദാസൻ നമ്മളോടും കൺസൾട്ട് ചെയ്യാമായിരുന്നു നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞാണ് അഭിരാമിനെ നമുക്ക് ഏതെങ്കിലും ക്യാരക്ടറിൽ, അത് ഏത് ക്യാരക്ടർ എന്നുള്ളതല്ല, പുള്ളിയുടെ പ്രായവും അപ്പിയറൻസൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഗംഭീര ആക്ടറാണ്. ശ്രുതിയുടെ പക്ഷേ ഞാൻ ആ ക്യാരക്ടർ തന്നെ പർട്ടിക്കുലർലി ഞാൻ പറഞ്ഞു, അനിയത്തിയുടെ ക്യാരക്ടർ. ചില വേറെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. അഭിരാമിനെ പക്ഷെ നമുക്ക് എവിടെ ആണെങ്കിൽ ഇപ്പോൾ ആദ്യം നമ്മൾ സ്വാതിയുടെ ക്യാരക്ടറിന് വേണ്ടിയാണ് ദാസൻ ഫിക്സ് ചെയ്തത്. അതിനുശേഷം ജൂഡിൻ്റെ ഡേറ്റ്സ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ആകെ ഇതായി എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അങ്ങനെ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചൊരു ടിപ്പിക്കൽ ക്യാരക്ടറാണ്. അപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെയാണ് പിന്നെ അഭിരാമിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ സ്വാതിയെ പ്ലേസ് ചെയ്തത്. അങ്ങനെയായിരുന്നു ഇതല്ലേ? നിങ്ങളെ ഈ ഇരിക്കുന്നവരിൽ നിങ്ങൾക്ക് ഒരു അവസരം തരുവാണ്, ഒറ്റ അവസരമുള്ളൂ, ഒറ്റ ചോദ്യം, ഒറ്റ ആൻസർ. ഇവരോട് എല്ലാവരോടും ചോദിക്കാം, മാറി മാറി. നിങ്ങളൊരു ചോദ്യം, ഒറ്റ ആൻസർ, കൂടിയ ആൻസർ ഇല്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇഷ്ടമുള്ള അതേ മൈക്കുണ്ട്, മൈക്കെടുക്ക്. നീ മൈക്കെടുത്ത് പറ, എല്ലാം നീ അവൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കണേ. ആദ്യം നീ അത് അതൊരു ബഹുമാനമാണോ? നീ മൈക്കൊന്ന് അടുപ്പിച്ചേ. ആ മൈക്കും കൂടെ ഒന്ന് കൊടുത്തു. രണ്ടുപേരും മൈക്ക് ഇരിക്കണേ. ഒരാൾ ചോദ്യം, ഇവരിയ്ക്കണം എല്ലാവരോടും ഓരോ ചോദ്യം, ഒറ്റ ചോദ്യം, ഒറ്റ ആൻസർ. ആരോട് ആദ്യം ചോദിക്കണം? ആരോട് ആദ്യം ചോദിക്കണം? അനിയത്തിപ്രാവിലേക്ക് വരുവാണോ? ഹലോ ഹലോ ചോദിക്കേ. ഇതെന്ത് ചോദ്യങ്ങൾ, ഇതെന്ത് ദാസപ്പ പറഞ്ഞു കൊടുക്ക. നിനക്ക് ഏത് ടൈപ്പും ചോദിക്കാം. നീ അത്രയും ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കണോ? ഏതും ചോദിച്ചു, ഇത് വിട്ടു പോകണ്ട. ചോദിച്ചോ. ആരോടാ ആദ്യം ചോദ്യം? തമിഴിലോ മലയാളോ? തമിഴിലിപ്പം ടൂറിസ്റ്റ് ഫാമിലി ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൽ എൻ്റെ മനസ്സിൽ എന്നും നിൽക്കുന്ന ഒരു പടമാണ് നിറം. കണ്ടിട്ടില്ലല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലല്ലോ? കണ്ടോ? ടൂറ് പോയി ഇഷ്ടം പോലെ. സത്യം പറയണം, എന്നെ കണ്ടോ അതില്? അടുത്ത ചോദ്യം, എന്നെ കണ്ടോ അതിൽ? അത് വേണ്ട കേട്ടോ, ഞാനൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കടുത്ത ആരോടാന്ന് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഷാറൂഖ് ഖാൻ. ഓക്കെ, അടുത്ത പാട്ടോ? അയ്യോ, പാട്ടൊക്കെ മൈക്കുണ്ടോ? മൈക്കുണ്ടോ? ഉണ്ട്, കൊറേ പാട്ട് ഇഷ്ടം. ഫേവറേറ്റ് ഒരു സോങ് എന്നൊക്കെ പറയുമ്പോൾ
താനേ തിരിഞ്ഞു പറഞ്ഞു. എനിക്ക് ആ പാട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കേട്ടോണ്ട് എന്നാ രണ്ട് ലൈനൊക്കെ പാടിക്കേ. അയ്യോ പാട്ട് അല്ല. അഭിരാമേട്ടൻ പാടും. അല്ല അഭിരാമിന്റെ അടുത്ത് ലാസ്റ്റ് എന്തെങ്കിലും നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് അത് ലാസ്റ്റ് നമ്മളൊരു വൈൻഡപ്പിൽ പാട്ടുണ്ട് പാട്ട് അഭിരാമേട്ടൻ പാടും. അതിനു വേണ്ടി ആ പാട്ട് എനിക്ക് വേണ്ടി അഭിരാമേട്ടൻ ആ പാട്ട് പാടും. ആ പാട്ട്. അപ്പൊ അത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അല്ല പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് വൈൻഡപ്പില്. അടുത്ത ചോദ്യം. ഓ നീ അല്ലേ പാടുവോ? മൈക്ക് അടുത്തോട്ട് വെക്കും. അഭിരാമേട്ടനോട് നേരത്തെ പറഞ്ഞ മാന്യവും മര്യാദ അതാണ് പ്രശ്നം. ചേട്ടെ ഇഷ്ടപ്പെട്ട ഹിന്ദി പടം? എന്റെ ഇഷ്ടപ്പെട്ട ഹിന്ദി പടം ദേവ്ഡി. അങ്ങനെ ഒരു പടം ഉണ്ട്. ദേവി. അങ്ങനെ പടം ഉണ്ടോന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല. ഉണ്ടല്ലോ അല്ലേ? ചോദിക്കൂ. എന്തുകൊണ്ട് അടുത്ത് അത് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഏത് പടം വരുന്നു? മൈക്കൊന്ന് പിടിച്ചോ. കംഫർട്ടായിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം അഭിനയിക്കാൻ ഏറ്റവും കംഫർട്ടായി എനിക്ക് ഇപ്പം കഴിഞ്ഞ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമാണ്. ഇത് നമ്മളുടെ വിജയം. സൈചേട്ടെ എന്താണ് എന്താണ് ഈ രണ്ട് ഭരതനാട്യം മോഹിനിയാട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? എനിക്ക് മോഹിനിയാട്ടം കൂടുതൽ ഇഷ്ടം. മോഹിനിയാട്ടം. അതെ അതെ, മോഹിനിയാട്ടത്തിൽ കുറച്ചുകൂടെ ഇതുണ്ടല്ലോ, നർമ്മം കുറച്ചുകൂടെ ഉണ്ട്. അത് ഒരു 3-4 മടങ്ങ് മേളിലാണ് ഭരതനാട്യത്തിനെക്കാളും. ഭരതനാട്യമാണ് നമ്മുടെ ബേസിക്. അല്ല ശരിയാ ശരിയാ, കണ്ടില്ലല്ലോ. അതാണ് അവിടെ കണ്ടിട്ടുണ്ട്. അത് കറക്റ്റാ. ഡയറക്ടറിന്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചോദ്യം ചോദിച്ചോ. അതൊന്ന് നമുക്ക് അറിയണമല്ലോ. ഇനി അടുത്ത തേർഡ് പാർട്ടൊക്കെ ഉണ്ടോ നോക്കിക്കൊണ്ടും ചോദിക്കണേ. തേർഡ് പാർട്ട് ഉണ്ട് നോക്കിക്കൊണ്ടും ചോദിക്കണേ. എന്താ ഇവിടെ ഞങ്ങളുടെ പോലെ ഇങ്ങനെ മോഹിനിയാട്ടം ഹിറ്റ് അടിക്കുമെന്ന് വിശ്വാസമല്ലേ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വിശ്വാസം കണ്ടു, പക്ഷെ പേടിയാ. ഒരു വട്ടം വിശ്വാസം ഉണ്ടായിരുന്നു, സംഭവിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കില്ലേ എന്നൊരു പേടിയൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് സിനിമ ചെയ്യുമ്പോഴുള്ള ടെൻഷൻ. പക്ഷെ വളരെ ഹാപ്പിയാണ്. ഭരതനാട്യത്തെക്കാളും കോൺഫിഡന്റ് ആണ്, ഭരതനാട്യത്തെക്കാളും ഹാപ്പിയാണ്. അതൊക്കെ തിയേറ്റർ സംഭവിച്ചാൽ ഓക്കെ ആണല്ലോ. ഈ സൈജു ചേട്ടന് ഏറ്റവും ഇഷ്ടം തോന്നുമ്പം നിങ്ങൾ എന്താ പറയാറുള്ളത്? ഇഷ്ടം കൂടും, നമുക്ക് ഒരാൾക്കൊരു ഇഷ്ടം തോന്നുള്ളൂ. ഇപ്പം എനിക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയാം നല്ല മോനാട്ടോ, എനിക്ക് ഭയങ്കര കാര്യം. അങ്ങനെ സൈജു ചേട്ടനുള്ള ഇഷ്ടം തോന്നുമ്പോൾ എന്താ പറയാറ് നിങ്ങളുണ്ട്? ഇവന്മാരാണോ ചേട്ടാ? നമ്മള് 3 കൂടെ കൂടിയില്ലായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയില്ലായിരുന്നു? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് എന്തോ സംഭവം കേട്ടോ, ദാസൻ അറിയാതെ തോന്നുന്നത്. അല്ല പിന്നെ പറഞ്ഞിട്ടില്ലേ? അതല്ല, അത് പിന്നെ പറഞ്ഞോളൂ. പറ. സഹിച്ചേട്ടൻ ഒരു വല്ലാത്ത മനുഷ്യനാണ്. അത് ഇവനാ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? വളച്ചു കൂട്ടി കൊണ്ടുവന്നുണ്ടോ ഭയങ്കരമായിട്ട്. ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു പ്രായ ആള് അവിടെ വന്ന് വരുന്ന പിള്ളേരാണ് എഴുതിയിട്ടായിരുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നത്. ചോദിക്കാറ് ചേട്ടൻ എന്നാ ലാൻഡ് ചെയ്ത് അല്ല അങ്ങനെ ചോദിച്ചല്ലേ? ഏത് വർഷം ഓ ജനിച്ചതിന് ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടോ? ആർക്കും സത്യം പറ, അത് സത്യം പറ. സൈജുവിനെ കറക്റ്റ് ആയിട്ട് കണ്ടു. ഇല്ല അല്ലേ? സ്കൂളിൽ പോകുമ്പോഴോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചർമാർക്ക് മനസ്സിലാകാത്തത്. പക്ഷെ സൈജുവിനെ ഞാൻ ഇവിടെ ഇത്ര നേരം വന്നിട്ട് നമുക്ക് കുടിക്കാൻ ഒന്നും തന്നില്ല, മിച്ചറ് തന്നില്ല, ഇത് അതിന് ആര് വന്നു ടാങ്ക് തന്നില്ല, ചായ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ സിനിമയില്. അപ്പൊ അത് നമ്മള് അവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നേ ഉള്ളൂ. അതല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട്
ചായയും കോമ്പിനേഷൻ എന്തായിരിക്കും? യെസ്, ചായയും അച്ചപ്പവും മുറുക്കും. അച്ചപ്പം ഇല്ലാതെ അല്ല, അച്ചപ്പം മുറുക്കും. മുറുക്ക് മുറുക്ക് സംഭാരത്തിന്റെ കൂടെയാണ് കോമ്പിനേഷൻ മിക്സ്ചർ. മിച്ചറിന് സംഭാരമാണ് ഏറ്റവും യോജിപ്പ്. അങ്ങനെയാണ് എന്താണ് മിച്ചറിന് യോജിപ്പ്? എപ്പോഴും സംഭാരമാണോ? വൈറ്റ് ആണല്ലോ എന്ന് കൂട്ടിയാൽ മതി അല്ലേ? അങ്ങനെ കുറെ കോമ്പിനേഷൻ നിങ്ങൾ എല്ലാവരും വേറെ അല്ലായിരുന്നു. അങ്ങനെ കുറെ കോമ്പിനേഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അതെ, ഏപ്രിൽ എത്രാം തീയതി നമ്മൾ കൊടുക്കുക കോമ്പിനേഷൻ? 10-ാം തീയതി നമ്മള് ഈ മിക്സ്ചർ സംഭാരം കോമ്പിനേഷൻ, അച്ചപ്പം മുറുക്ക്, ചായ കോമ്പിനേഷൻ, ഇതിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്നതായിരിക്കും. തിയേറ്ററിൽ കൊടുക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും. പക്ഷെ നമ്മൾ ഇതിന്റെ സക്സസ് ആഘോഷം ഉണ്ടല്ലോ, 25-ാം ദിവസം തൊട്ട് ആഘോഷം. അന്ന് നമ്മളൊരു ഹോട്ടലിൽ എടുത്തിട്ട് അന്ന് ഇതായിരിക്കും നമ്മൾ അവിടെ വെൽക്കം ഡ്രിങ്ക്സിനൊക്കെ പോലെ ഇങ്ങനത്തെ സംഭവം. ഓക്കെ അല്ലേ? അല്ല, 25-ന്റെ ആഘോഷം ആദ്യം പറഞ്ഞു. 25-ന്റെ ആഘോഷത്തിന് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഹോട്ടലിൽ എടുക്കുമ്പോൾ അവിടെ നമുക്ക് വേറെ ചായ കിട്ടും. പക്ഷെ അതിന് വരെ നമ്മൾ ഇതായിരിക്കും വിളമ്പോ. 100-ാം ദിവസം ഷീൽഡ് വാങ്ങിക്കേണ്ടവരാ. അതെ അതെ അതെ. ഡേറ്റ് ഇല്ല. അല്ല, ഭരതനാട്യത്തിന് നമുക്ക് ഓൾറെഡി ഒരു ഷീൽഡ് കിട്ടി. മോഹിനിയാട്ടത്തിന് പക്ഷെ അങ്ങനെയല്ല, അത് ഡബിൾ ആയിട്ട് റിയൽ തിയേറ്റർ ഹിറ്റിന് ഷീൽഡ് കിട്ടും. അതാണ് തിയേറ്റർ ഹിറ്റിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹം അത് തന്നെയാണ്, ഇത് ഹിറ്റാകണം. കാരണം ഇതൊരു വേറൊരു ടൈപ്പ് സിനിമയാണ്. നമ്മൾ ഇപ്പോഴും പറയുന്നു, നമ്മൾ ആദ്യത്തെ സിനിമ OTT വന്നപ്പം ഏറ്റെടുത്ത ജനങ്ങൾ മാത്രം തിയേറ്ററിലേക്ക് വന്നു അല്ലേ? എന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ടല്ല ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് അത് സീരിയസ് ആണ് ഞാൻ പറഞ്ഞത്. അന്ന് കുറെ പേര് ഇപ്പൊ പോസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, കമന്റ്സ്, നമുക്ക് പേഴ്സണൽ മെസ്സേജ്, എനിക്കും എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പോസ്റ്റില് ഒരു 90% പോസ്റ്റുകൾ തിയേറ്ററിൽ കാണാൻ പറ്റാത്തൊരു വിഷമം. അതെ അതെ, സത്യം. അതൊരു തമാശക്ക് പറഞ്ഞാണെന്ന് എടുത്തു. എല്ലാവരും തന്നെ മെജോറിറ്റി ആൾക്കാർ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. നമുക്ക് നിങ്ങളുടെ അടുത്ത സിനിമ ഇനി ഞങ്ങൾ തിയേറ്ററിൽ തന്നെ കാണും. സിനിമയ്ക്കെതിരെ കുറെ ഇതുണ്ടായിരുന്നുണ്ട്, ഹേമ കമ്മീഷനും. അതെ അതെ അതെ, ആ ടൈമായിരുന്നു, ആ സമയം സിനിമയെ ബാധിച്ച ഒരു സമയമായിരുന്നു. അതാണ് സത്യം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, അത് തിയേറ്ററിൽ കാണാൻ പറ്റാത്തവർക്ക് OTT വന്നപ്പോൾ പറഞ്ഞ കമൻറ്റുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റിയില്ലോ തിയേറ്ററിൽ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇത് കണ്ട ആളുകൾ മാത്രം മതി ഈ ഷോ ഹിറ്റടിച്ചിട്ട് നമുക്ക് 100-ാം ദിവസം വരെ എത്തിക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന സിനിമ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. കൃഷ്ണദാസിനെ അന്ന് ഞാൻ സത്യനന്ദിക്കാർ സാറിന് പരിചയപ്പെടുത്തി. സാറെന്താ പറഞ്ഞു, വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ആരാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം. ഇത്രയും നല്ല സിനിമകൾ തന്നൊരു വ്യക്തി. അപ്പൊ ഇത് ഹിറ്റ്. എനിക്ക് മമ്മൂട്ടി സാറിന്റെ മെസ്സേജ് വന്നു. ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അദ്ദേഹം റിപ്ലൈ ചെയ്യാറുണ്ട്. അല്ലാണ്ട് അദ്ദേഹമായിട്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഒന്നും അയക്കാറില്ല. ആദ്യമായിട്ട് ഭരതനാട്യം കണ്ടിട്ട് പുള്ളി മെസ്സേജ് ചെയ്തു. അതൊരു ഭയങ്കര അവാർഡായിരുന്നു. അതുപോലെ പലരും, ഇപ്പം നമ്മുടെ ഉദയകൃഷ്ണ ചേട്ടൻ, അദ്ദേഹം കണ്ടിട്ട് വിളിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുള്ളി കണ്ടിട്ട് വിളിച്ചായിരുന്നു. അതേപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ, ഇതുപോലത്തെ സിനിമകളാണ് ഇനിയും വരേണ്ടത്. അപ്പം ദാസൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ സിനിമകൾ ഇനിയും വരുമെന്നുള്ളത് ഉറപ്പാണ്. ബിക്കോസ് ഹി ഹാസ് ദാറ്റ് സ്റ്റഫ് ഇൻ ഹിം. അപ്പം അങ്ങനെ നമ്മൾ വേറൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് മോഹിനിയാട്ടത്തിന് ശേഷം. നിങ്ങൾ ഒരുമിച്ച് തന്നെ? ഒരുമിച്ച് തന്നെ. നാട്ടുമ്പുറല്ല, അതിൻ്റെ അകത്ത് ഞാൻ മിക്കവാറും അഭിനയം മാത്രമേ കാണുള്ളൂ. അതൊരു ഭയങ്കര ഡയലോഗ് പോലും. അതെന്താണ്? അല്ല അത് തീർത്ത് പറ, ആലോചിക്കല്ലേ, തീർത്ത് പറ. അല്ല, എല്ലാ പടവും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഹിറ്റല്ല, അപ്പൊ ബാലൻസ് കൊടുക്കണല്ലോ നമുക്ക്. അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയല്ലേ? അല്ല, അതുണ്ടാവും. മോഹിനിയാട്ടം ഇൻ കേസ് വർക്ക് ആവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് വർക്ക് ആവുന്നു. ഇൻ കേസ് ഞാൻ പറയണത് കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കൊടുക്കത്ത കോൺഫിഡൻസ് ആണല്ലോ. ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ വർക്ക് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഈ നിർമ്മാതാവ് എന്നുള്ള കുപ്പായം ഞാൻ മടക്കി വാർഡ്രോബിൽ വയ്ക്കും. അങ്ങനെ വെക്കരുത്, എന്റെ ആഗ്രഹം. അത് പ്രഷർ ഏറ്റെടുക്കും. ഒന്ന് വെക്കാൻ പോയതല്ലേ മോഹിനിയാട്ടം കഴിഞ്ഞപ്പോ, അല്ല ഭരതനാട്യം കഴിഞ്ഞപ്പോ അല്ലേ? പക്ഷെ OTT വന്നപ്പോ പെട്ടെന്ന് എടുത്ത കുപ്പായം ഇട്ടു. ആ കുപ്പായം രണ്ടെണ്ണം വാങ്ങി. അപ്പൊ ആ കുപ്പായം അഴിക്കേണ്ട വരില്ല, അടിക്കണ്ട. നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ, അത് പ്രേക്ഷകർക്കും അറിയാം, നിങ്ങളൊരു ആരാന്ന് പറയാം.
പക്ഷെ നമ്മളൊന്നും തള്ളല്ല, നമ്മളുള്ളതാ പറഞ്ഞത്. ഇത് ഇപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വിശ്വാസമാണെന്ന് പറയേണ്ടില്ല, സിനിമയിലുള്ള വിശ്വാസം തന്നെയാണ്. ആരും കണ്ടിട്ടില്ല അല്ലേ? ഞങ്ങൾ എത്രയോ പ്രാവശ്യം കണ്ടോ. അന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ, അന്ന് OTT എടുക്കാൻ വന്ന ടീം കണ്ടിട്ട് എന്നോട് ചായ കുടിച്ചപ്പോൾ പറഞ്ഞതാണ് ഗംഭീര സിനിമയാണ്, ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ തിയേറ്ററിൽ വന്നപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ അന്നത്തെ സിനിമാ വിഷയങ്ങളുണ്ട്, ഹേമ കമ്മിറ്റി വിഷയം, അതൊക്കെ ഉള്ളതുകൊണ്ട് തിയേറ്ററിലേക്ക് സിനിമയോടൊരു വെറുപ്പ് പോലെ ആളുകൾക്ക് വന്നു തുടങ്ങിയ ഒരു സമയമായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഹിറ്റുകൾ മാത്രം തരുന്ന സമയത്ത് ഇത് ഏപ്രിൽ 10-ാം തീയതി പ്രേക്ഷകർ ഈ വർഷം ഞാൻ ആദ്യം ചെയ്ത പടം സൂപ്പർ ഹിറ്റാ, പ്രകമ്പനം. അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു. നമ്മൾ പൊതുവാൾ സാറ് തൊട്ട പടം ഇട്ടല്ലേ, പൊന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അത് പൊന്നാകട്ടെ. പക്ഷെ ഇട്ടല്ലേ പടയിട്ടാ, അങ്ങനെ സംഭവം വന്നോണ്ടല്ലേ എല്ലാ പടങ്ങളെയും ബാധിച്ചു. എത്രയോ സിനിമ ഇത് സൂപ്പർ ഹിറ്റ്. ഇത് ഹിറ്റായാലേ നമുക്ക് അടുത്ത പാർട്ടും ഉള്ളൂ. അപ്പം കുപ്പായം അഴിച്ചു വെക്കണ്ട, ആ കുപ്പായം തേച്ച് ഇപ്പൊ പെട്ടിയിൽ വെക്കോ, നമുക്ക് ആ സമയം വായിക്കാം. അപ്പൊ നമുക്ക് സമയങ്ങൾ കുറവുണ്ട്. നമുക്ക് ഇതിന്റെ വൈൻഡപ്പ് നമ്മൾ ഈ മനോഹരമായത് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യും. അത് അവിടെ നിന്ന് പാട്ടോടുകൂടി വൈൻഡപ്പ് ചെയ്യും. ഭയങ്കര രസമായിരിക്കും. ഒന്നുമില്ല, ഒരൊറ്റ ഷോട്ടിലും വൈൻഡപ്പ്. അവിടെ സംസാരമൊന്നുമില്ല, ഭയങ്കര രസമായിരിക്കും. മൊത്തം വൈഡ് ഒരു ആംബിയൻസ് എല്ലാവർക്കും നിൽക്കാം. ഞാൻ 5 പ്രാവശ്യം ഓടി അവിടെ. ഭയങ്കര രസമായിരിക്കും. ഒറ്റ എല്ലാം ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തു. ഭയങ്കര അവിടെ നിന്ന് ആലപിക്കുന്നു. അഭിരാമ അവിടെ ഒരു റിസ്കുമില്ല. അത് എന്താ റിസ്ക് പറയണ? ഇത്രയും വെയിറ്റ് നമ്മൾ എല്ലാരും കൂടെ 10,000 പേര് നിൽക്കും അവിടെ. 10,000 പേര് നിൽക്കും. നേരത്തെ പ്രായം പറഞ്ഞ പോലെയാണോ? ഒന്ന് കുറയ്ക്കാവോ? പക്ഷെ അതിൽ കയറി പിടിച്ചത് ആ പ്രായത്തിൽ. അതന്നെ ഒരു പ്രശ്നം. നമ്മൾ അവിടെ ഈ പാലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ പോയി നല്ല മനോഹരമായ അബ്രാമിന്റെ ഒരു പാട്ടോടുകൂടി ഞങ്ങളൊരു പാട്ടോടുകൂടി അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെട്ടു കാണും, സിനിമ ഇഷ്ടപ്പെട്ടു കാണും. അപ്പൊ നമുക്കൊരു പാട്ടോടുകൂടി, അബ്രാമിന്റെ ഒരു പാട്ടോടുകൂടി നമുക്കൊരു ഇത്രയും നല്ലൊരു ലൊക്കേഷൻ വന്നിട്ട് അത് ഒഴിവാക്കുന്നത് ശരിയല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അബ്രാം, ഏത് പാട്ടാ പാടാന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു പാട്ടുണ്ട്, ഇതിൽ കേട്ടിട്ടില്ലേ? ഇവിടെ മനോഹരമായിട്ട് ആ പാട്ടോട് ഇവിടെ നിന്ന് ആ ട്യൂൺ നമുക്ക് പഠിക്കാം. ശ്രുതിയിൽ നിന്നുണരും നാഗശലഭങ്ങളെ ആലസം അതാണ് പാട്ട്. പാട്ടാണ്, പാട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ മനോഹര ഒരു പാട്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അമ്പലപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി S. ജാനകി ആലപിച്ച ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് MS ബാബുരാജ് സംഗീത സംവിധാനം ചെയ്ത ഈ പാട്ട് ഞാൻ പാടുന്നത് കൊണ്ട് ഈ പറഞ്ഞ പേരുകളെല്ലാം എന്നോട് ക്ഷമിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പക വെൺമലർത്തൂവിരിപ്പിൽ മധുവിതുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താങ്ക് യു.
താങ്ക് യു. മനോഹരമായിരിക്കുന്നു. ഈ മനോഹരമായ പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ഏപ്രിൽ 10 തിയതിയതി തിയേറ്ററിൽ വെച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.